ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ നിബിൻസനും തന്റെ വാത്സല്യമുള്ള കുടുംബത്തിനും അഭിഷിക്തരായ ദൈവവൃത്യന്മാർ, അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കൾ, ഇന്ന് രാത്രിയിൽ ഞാൻ സന്ധ്യാവന്ദനങ്ങൾ അർപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരല്പസമയം എഴുന്നേറ്റുള്ള ഒരു പാട്ടിന്റെ ഏതാനും ചരണങ്ങളൊന്ന് പാടി നമ്മുടെ കർത്താവിൽ നമുക്കൊന്ന് സന്തോഷിക്കാം. നടത്തും ആ പൊന്നു കരമോ ഓരോ നാളിലും ഉരുകിട്ടില്ല, എന്നെ നടത്തും ആ പൊന്നു കരമോ ഓരോ നാളിലും ഉരുകിട്ടില്ല, എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതലിക്കുണ്ട്, ഓരോ നാളും മന്ദമാകില്ല, എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതലിക്കുണ്ട്, ഓരോ നാളും മന്ദമാകില്ല. ഹല്ലേലൂയ ഒരു
സ്നേഹവാനും പരിശുദ്ധനുമായ സ്വർഗ്ഗപിതാവേ, പ്രാർത്ഥനയുടെ മാസത്തിന്റെയും 4ാം ദിവസം ഈ 2ാം സെക്ഷൻ ദൈവം ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിവലിച്ച സ്നേഹത്തിലായിരുന്നു. അത് ഞങ്ങൾക്ക് നൽകിയ ആത്മീയ ഭൗതിക നന്മകൾക്കായി നന്ദി പറയുന്നതിനാണ്. അനേകർക്ക് ലഭിക്കാത്ത ഈ ഭാഗ്യമാണ് വലിയവരാകുന്ന ഞങ്ങൾക്ക് തരുവാൻ തിരുവേനിക്ക് പ്രസാദം. സ്വഭാവത്ര ദൈവങ്ങളല്ലാത്തതിനെ ആരാധിച്ചു ഒരു പൂർവ്വകാലം ഞങ്ങൾക്കുണ്ട്. ഭർത്തവും പിതൃപാരമ്പര്യങ്ങളും നടപ്പിൽ നടന്നൊരു ഭാവമാണ്. അജ്ഞാന കാലത്തിൽ ഞങ്ങളായിരുന്നപ്പോ മഹാകരുണയാൽ അങ്ങ് ഞങ്ങളെ അങ്ങേക്ക് വേണ്ടി വേർതിരിക്കുകയും ഇത്രത്തോളം നിലനിർത്തുകയും ചെയ്ത സ്നേഹത്തിനായി ഞങ്ങൾ കർത്താവിനെ വാഴ്ത്തുന്നു. ഞങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചത് ക്രിസ്തുവിന്റെ നാളോളം തികയ്ക്കുവാൻ വിശ്വസ്തനാകിയാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ജഡത്തിൽ ഒന്നും പ്രശംസിക്കാനില്ല. ഇവിടെ ഞങ്ങൾക്കില്ലപ്പ. ഇവിടെ സന്നദ്ധയിൽ ഞങ്ങൾ ഇരിക്കുന്ന ഈ മണിക്കൂർ ഏറ്റവും അനുഗ്രഹമാക്കി മാറ്റും. പരിശുദ്ധാത്മാവ് തന്നെ സംസാരിക്കും. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം. സ്വർഗ്ഗപിതാവേ, അക്കരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കൃഷ്ണദാസന്മാരെ ഓർത്ത് ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിലിരിക്കുക. കഴിഞ്ഞ 12 മണിക്കൂറുകൾ ഏകദേശം 1.5 മണിക്കൂർ നിങ്ങളുമായിട്ട് പരിശുദ്ധാത്മാവിന്റെ ഉള്ളത്തിൽ പ്രകാശിപ്പിച്ചുകൊണ്ടിരുന്ന സന്ദേശങ്ങൾ ഞാൻ പങ്കുവച്ചു. അത് കഴിഞ്ഞ് ഏകദേശം 3 മുതൽ 4 ഏകദേശം 4 അതെ കുഞ്ഞുങ്ങളുമായിട്ട് സമയം ചെലവഴിക്കാനുള്ള ഒരവസരം അത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യം. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വചന പ്രകാശനങ്ങൾ നമ്മുടെ തലമുറകളിലേക്ക് ഒന്ന് പകർന്നു കൊടുക്കാൻ പറ്റുന്നത് ഏറ്റവും ആനന്ദമുള്ള ഒരു കാര്യം. നമ്മള് മരിച്ച് അക്കരെ നാട്ടിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് പകരമായി ക്രിസ്തുവിന്റെ പ്രതിനിധികളായി നമ്മുടെ തലമുറകൾ നിൽക്കണം. അതിനാൽ നാം പ്രാപിച്ചത് ഒട്ടും മറച്ചു വെക്കാതെ നമ്മുടെ തലമുറകളിലേക്ക് നാം പങ്കുവയ്ക്കും. അതിനെ ലഭിച്ച ഒരു അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ രാത്രിയിലും നമ്മളോട് സംസാരിക്കും. ഞാൻ പെരിയർ ബൈബിൾ സെമിനാരിയിലെ പ്രസംഗശാസ്ത്രം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അധ്യാപകൻ കൂടി. വ്യത്യസ്ത പ്രസംഗ രീതികളും വ്യത്യസ്ത അപ്രോച്ചസ് ഉണ്ട്. അതെല്ലാം പഠിപ്പിച്ചതിന് ശേഷം ഞാനിങ്ങനെ കുഞ്ഞുങ്ങളുമായിട്ട് ഇങ്ങനെ പറയാറുണ്ട്, ഇതെല്ലാം സംവേദനത്തിന്റെ മാർഗങ്ങളാണ്. എന്നാൽ മെസ്സേജ് യു ഹാവ് ടു റിസീവ് ഫ്രം ഗോഡ്.
ദൈവത്തിൽ നിന്ന് തന്നെ നിങ്ങൾ പ്രാപിക്കും. ദൈവം നൽകുന്ന സന്ദേശം അത് നമ്മുടെ കൊച്ചു ബുദ്ധിയിലിട്ട് ചിന്തിച്ച് ആ സന്ദേശം പങ്കുവയ്ക്കുന്നതിന് നമ്മുടെ പുറകിലേക്ക് മാറും. എന്നാൽ ആ സന്ദേശം പ്രസന്റ് ചെയ്യുന്നതിൽ നമുക്ക് തന്ന പ്രായോഗിക ബുദ്ധിയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പ്രവാചകന്റെ ആത്മാവ് പ്രവാചകന് കീഴടങ്ങിയിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഒരു കൊച്ചു കുഞ്ഞ് ഒരു സന്ദേശം അറിയിക്കുമ്പോൾ ഒരു 80 വയസ്സുള്ള അപ്പന്റെ തലയിൽ കൈവച്ച് മകനെ എന്ന് വിളിച്ചൊരു പ്രവചനം പ്രവചിക്കണമെന്നില്ല. മറിച്ച് ആ പിതാവിന്റെ ആ തോളൽ വഴങ്ങുന്ന ടച്ച് ചെയ്ത് വാത്സല്യമുള്ള പിതാവ് എന്ന് പറഞ്ഞ് സന്ദേശം കൊടുക്കുന്നതിന് തെറ്റൊന്നും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. പക്ഷെ സന്ദേശത്തിന് മാറ്റം വരാൻ പാടില്ല. അത് അത്യധികം ഗൗരവമുള്ള സന്ദേശം. ഈ സന്ദേശം പരിശുദ്ധാത്മാവ് നൽകുന്ന സന്ദേശങ്ങളാണ്. പലപ്പോഴും എഴുതി കുത്തി ക്രമീകരിച്ചൊക്കെ വരും. പക്ഷേ ആ സന്ദേശം പ്രസംഗിക്കാൻ തുടങ്ങുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് തന്റെ പരമാധികാരത്തിൽ തന്റെ ഇഷ്ടപ്രകാരമുള്ള ചില മേഖലകളിലേക്ക് തിരിച്ചു കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ സംഭവിക്കുന്ന അളവിൽ ഞാൻ കൊണ്ടുവന്നത് പ്രസംഗിക്കണമെന്ന് നിർബന്ധം പിടിക്കാതെ പരിശുദ്ധാത്മാവ് നയിക്കുന്ന പാതയോട് സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ദൈവിക വിടുതലും ആത്മനിർവൃത്തിയും ഭയങ്കരമാണ്. ഹല്ലേലൂയ. ആത്യന്തികമായിട്ട് എല്ലാ ലോക്കൽ സഭയുടെയും പരമാധികാരി പരിശുദ്ധാത്മാവാണ്. കർത്തൃദാസന്മാർ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന ഉപകരണങ്ങൾ മാത്രമാണ്. ഉപകരണങ്ങൾ പരിശുദ്ധാത്മാവ് എങ്ങനെ നയിക്കുന്നോ അതനുസരിച്ച് നയിക്കുവാൻ ഏൽപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തികളൊക്കെ വെളിപ്പെട്ട് വരുവാനിടയാകും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. അങ്ങനെ ആലോചന പറഞ്ഞ് വഴി നടത്തുന്ന ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഇവിടെ പരിവർത്തിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. അത് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാതെ തന്നെ പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. കാരണം നമ്മൾ വചനത്തെ അതേപോലെ വിശ്വസിക്കുന്നവരാണ്. വചനം ഇങ്ങനെ പറയുന്നു, 2-3 പേർ തന്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവിടെ ക്ഷണിച്ചവരാമെന്നല്ല, വരുമെന്നല്ല, മധ്യത്തിൽ ഞാനുണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിരിക്കുന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യം രുചിച്ചറിയണമെങ്കിൽ കർത്താവിന്റെ മധ്യത്തിൽ ഉണ്ടെന്നുള്ള വിശ്വാസത്താൽ അകത്തളത്തിൽ സ്തോത്രം ചെയ്തുകൊണ്ട് സ്തുതികൾ മുടക്കിക്കൊണ്ടിരുന്നാൽ ആ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിയുടെ വെളിപ്പെട്ട് വരുവാനുണ്ട്. ദൈവ സാന്നിധ്യമൊക്കെ നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്ക് അധികമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ കാണുവാനിടയാണ്. ഒരിക്കലെ പ്രവീണൊക്കെ അറിയാം, മറ്റൊരു പ്രവീണമുണ്ട്. അദ്ദേഹം വെസ്റ്റ് ബംഗാളിൽ ഇപ്പൊ അവിടെ വർക്ക് ചെയ്തു. ഒരിക്കൽ പാസ്റ്റർ വി എ തമ്പിച്ചാന്റെ അനുജൻ തങ്കച്ചാനും പാസ്റ്റർ MC ജോസഫ് പോയി. ഞങ്ങൾ രണ്ടുപേരും കൂടെ കൽക്കട്ടയിൽ സലാംപൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് കടന്നു. എന്റെ ഒരു കോൺവെന്റേഷനോട് ബന്ധപ്പെട്ടാണ് ഞങ്ങളുടെ കൽക്കട്ടയിൽ ഇന്ന് ഉള്ളതുപോലെ ഇന്ത്യ ദൈവസഭയ്ക്ക് അന്ന് സഭകളൊന്നും വേണ്ടപ്പെടമില്ലാത്ത ഒരു കാലം. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നൊരു പാസ്റ്റർ താമസിക്കുന്ന ഒരു വീട്ടിൽ അദ്ദേഹം നാട്ടിലേക്ക് പോകുന്നത് കൊണ്ട് ഞങ്ങൾ അവിടെ പാർക്ക് ചെയ്യാം. ഞങ്ങൾ 1 മാസത്തേക്കാണ് പോയത്. പക്ഷെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ അംഗച്ചായൻ എന്നോട് പറയാണ്, പാസ്റ്ററെ എനിക്ക് നാട്ടിലേക്ക് പോകണം. ഭയങ്കരമായിട്ട് എന്നെ നിർബന്ധിക്കും നാട്ടിലേക്ക് പോകണം. എന്തോ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് എനിക്ക് പോകണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് വിശ്രമിക്കാം. നാളെ പകൽക്കാലം ഞാൻ പറയാറുണ്ട്. വെളുപ്പിനെ കട്ടിലേന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ഒരു ശബ്ദം. ആ ശബ്ദം ഇതാണ്, കാറ്റിനെ നോക്കുന്നവൻ വിതയ്ക്കുന്നില്ല. കാറ്റിനെ നോക്കുന്നവൻ വിതയ്ക്കുന്നില്ല. ഭയങ്കര ശബ്ദം. കർത്താവിന്റെ ദാസന്മാർക്ക് പല നിലകളിലാണ് ദൈവശബ്ദം കേൾക്കുന്നത്.
നോർമലി എൻ്റെ ജീവിതത്തിൽ ദൈവശബ്ദം ഞാൻ കേൾക്കുന്നത് രാത്രി കിടന്നുറങ്ങി പ്രഭാതത്തിൽ കിടക്കവിട്ട് എഴുന്നേറ്റ് വരുന്ന സമയം കൊടുക്കേണ്ട ദൂതുകളെല്ലാം പരിശുദ്ധാത്മാവ് കൈമാറാണ്. അതോടൊപ്പം ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെ ഒരു ദൈവശബ്ദം ഞാൻ തകച്ചാരോട് പറഞ്ഞു, തകച്ച കേരളത്തിലേക്ക് പോയിക്കോ, ഞാൻ സിലിഗുഡിയിലേക്ക്. സിലിഗുഡിയിൽ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നു. അന്ന് രാത്രി സിലിഗുഡിയിലേക്ക് യാത്ര ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സിലിഗുഡിയിലെ ഇന്ത്യ ഭൂട്ടാൻ ബോർഡറിൽ നിന്നാണ് പാസ്റ്റർ ചാൾസ്, നിങ്ങൾക്ക് എല്ലാവരും അറിയാമായിരിക്കും, ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകനായിരുന്നു. ഇപ്പൊ അദ്ദേഹം എന്റെ ഓർമ്മയിലേക്ക് അമേരിക്കയിൽ താമസിച്ച് കർത്താവിന് വരച്ചു. ആ കർത്താവിന്റെ ദാസന്റെ വാഹനം വന്നു. ഞങ്ങള് സിലിഗുഡിയിലേക്ക് യാത്ര. അങ്ങനെ അവിടെ 2 ആഴ്ചയോളം ആ കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ സംവാദത്തിൽ ഏർപ്പെട്ടു. അവരെ ദൈവവചനം പഠിപ്പിച്ചു. ഒരു ഫാസ്റ്റിംഗ് പ്രയർ വന്നിരിക്കുകയാണ്. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഇരിക്കുന്നു. പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ദൂത് ഞാനിങ്ങനെ ഹാൻഡ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ദേശത്ത് വ്യാപരിക്കുന്ന ഒരു പൈശാചിക വ്യാപാരത്തെ ആത്മാവിൽ തിരിച്ചറിയാൻ എനിക്ക് ഭാഗ്യം കഴിയും. നമുക്കറിയാം, ഈ അദൃശ്യ ലോകത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരാതെ നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. എന്നാൽ ആത്മാവ് ചില സന്ദർഭങ്ങളിൽ അദൃശ്യ മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന പൈശാചിക വ്യാപാരങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരും. അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ വാസ്തവത്തില് ഈ ഒരു പർവ്വതത്തിലേക്ക് കയറുന്ന ആ കാഠിന്യം അനുഭവിക്കാൻ പ്രസംഗമെല്ലാം കഴിഞ്ഞ് എനിക്ക് തന്ന റൂമിൽ പോയി വിശ്രമിക്കുന്നു. രാത്രി മുഴുവൻ ഇരുന്ന് കരയാൻ തുടങ്ങുന്നു, പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു, നെടുപ്പാടുകളും നിലവിളിക്കാൻ തുടങ്ങുന്നു. പിറ്റേ ദിവസം കാലത്ത് ഈ ഉപവാസ പ്രാർത്ഥനയായിട്ട് ഒരു ചെറിയ റൂമുണ്ട്. ആ റൂമിൽ ഞങ്ങൾ എല്ലാവരും കൂടെ വന്നിരിക്കുക. കർത്താവിന്റെ ദാസനും തന്റെ കുടുംബവും അവിടെ പഠിപ്പിക്കുന്ന ചിലരും വിദ്യാർത്ഥികളും എല്ലാം കൂടി ഇരിക്കുമ്പോൾ പാസ്റ്റർ ചാൾസ് പെട്ടെന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു പാട്ട് പോലും പാടിയില്ല കേട്ടോ. ഒരു പാട്ട് പോലും പാടിയില്ല. പാസ്റ്റർ ചാൾസ് പെട്ടെന്ന് എന്നോട് പറയാൻ, എന്താ സാറേ, പരിശുദ്ധാത്മാവ് പറയുന്നു മീറ്റിംഗ് ഹാൻഡ് ഓവർ ചെയ്യാൻ. അവന്റെ ഹോളി സ്പിരിറ്റ് പറയുന്നെങ്കിൽ ഞാൻ വേണ്ടി നിങ്ങളോട് പറയട്ടെ. എഴുന്നേറ്റ് നിന്ന് ഒരു പ്രൈസലോട് പറഞ്ഞു. പിന്നെ 2 മണിയായിട്ട് മീറ്റിംഗ് നിൽക്കുന്നില്ല. ശരീരമൊക്കെ ക്ഷണിച്ചു. ഞാൻ ഈ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, നിങ്ങൾ ഇരുന്ന ദൈവത്തെ സ്തുതിച്ചോ, ആരാധിച്ചോ, അവർ അല്പസമയം നിൽക്കുന്ന വിശ്രമിച്ചോട്ടെ. എനിക്ക് വേണ്ടി ഒരുക്കി ആ റൂമിൽ ചെന്ന് ഞാൻ ആ കട്ടിലിൽ ഇങ്ങനെ നീണ്ടു തുറന്ന് കിടന്ന് ഈ 2 കൈകളും ഈ തലയുടെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ കിടന്ന് കണ്ണടച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ണു തുറന്ന് ഞാൻ നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്റെ ജീവിതത്തെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പാസ്റ്റർ ചാൾസ് കുടുംബവും വിദ്യാർത്ഥികളുമെല്ലാം എളിയവർ കിടക്കുന്ന കട്ടിന് ചുറ്റും വന്നിരുന്ന് കരയുകയാണ്. ദൈവസാന്നിധ്യം ഇറങ്ങി വരികയാണ്. നോക്കണേ ഞാൻ കട്ടിയിരുന്ന് കിടക്കുക. അവരെല്ലാം ഒരു ആത്മാവിനെ കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 7 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പുറത്തേക്ക് പോയി. തിരിച്ചു വരുന്നത് ഭയങ്കര സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് ചുംബനം ചെയ്തിട്ട് പറയാ, എന്താ സാറേ, മനുഷ്യങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയത്തിന് മറുപടി കാണാനിടയായി. പോസ്റ്റ് ഓഫീസിൽ ചെന്നപ്പോൾ ഉത്തരം ദൈവം നൽകിയിരിക്കുന്നു. ഉത്തരവാദിത്വം മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മുടെ കൊച്ചു ബുദ്ധിക്കകത്തൊന്നും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ ഒന്ന് ഒതുക്കിക്കളയും. നമുക്കെല്ലാവർക്കും അനുചിതമായിട്ടുള്ള ചില പാറ്റേൺസ് ഉണ്ട്. ഞാൻ കണ്ണപുര തിയോളജിക്കൽ സെമിനാരിയിൽ CSI സെമിനാരിയിൽ പഠിക്കുമ്പോൾ അവിടെ ഒരു വർഷിപ്പ് നടത്തുക. ഒരു 45 മിനിറ്റ്സ് അവിടെ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ആരാധന നടത്തി കാണിക്കും. അപ്പൊ അതൊരു എക്യുമെനിക്കൽ സെമിനാരി ആയതുകൊണ്ട് എന്റെ മെന്ററായിരിക്കുന്ന ഒരു CSI അച്ഛന്റെ അടുത്ത് ഞാൻ അദ്ദേഹത്തോട് ഞാൻ വളരെ വിനയത്തോടെ പറഞ്ഞു,
ഇതൊരു എക്യുമെനിക്കൽ സെമിനാരിയാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ ചേർന്നത്. ഞാനൊരു പെന്തക്കോസ്റ്റ് പാസ്റ്ററാണ്. ഈ പഠനം കഴിഞ്ഞും ഞാൻ പെന്തക്കോസ്റ്റ് പാസ്റ്ററാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ രീതിയിൽ ആരാധന നടത്താൻ സ്വാതന്ത്ര്യം തന്നു. അപ്പൊ അദ്ദേഹം ഈ ബുദ്ധിമാന്മാരാണല്ലോ. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ലോജിക്കായിട്ട് ചിന്തിക്കുന്നവര് അതിന് തടസ്സപ്പെടുത്താൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞു ആയിക്കോട്ടെ. എന്നിട്ട് എന്നോടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് അതിന് ലിറ്റർജി ഉണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് അതിന് ലിറ്റർജി ഉണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ടല്ലോ, എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ. ഞങ്ങള് എല്ലാവരും ഞങ്ങളുടെ ആൾക്കാർ ആരാധന നടത്തുമ്പോൾ ആദ്യം പ്രാർത്ഥിക്കും, പിന്നെ ഒരു പാട്ടുപാടി ആരാധിക്കും, അത് കഴിഞ്ഞ് ഒരു സങ്കീർത്തനം വായിക്കും, പിന്നെ അല്പസമയം ആരാധിക്കും. ഇങ്ങനെ നമ്മുടെ രീതി അങ്ങനെ പറഞ്ഞുകൊണ്ട് അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അത് എഴുതിക്കൊണ്ട് വരാം. ഞാൻ എഴുതിക്കൊണ്ട് വരും. ഞാൻ പറഞ്ഞൊരു വിഷയം എന്താണെന്ന് അറിയാം. 45 മിനിറ്റ് എന്റെ അധ്യാപക ശ്രേഷ്ഠന്മാരും എന്റെ പ്രിയപ്പെട്ടവരും കരമുയർത്തി എന്നോട് ചേർന്ന് ആരാധിക്കുവാനിടയാണ്. ഞാൻ പറഞ്ഞൊരു വിഷയം, ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിൽ ചെല്ലുമ്പോഴും നീ പ്രാപിച്ച കൃപ ജ്വലിപ്പിച്ചോ അനുഗ്രഹിക്കാൻ ദൈവം തയ്യാറാണ്. അത് മൂടിവെക്കേണ്ട കാര്യമില്ല. അവസരോചിതമായിട്ട് അത് മൂടിവെക്കേണ്ട കാര്യമൊന്നുമില്ല. നീ പരിശുദ്ധാത്മാവിൽ ചലിക്കാൻ തയ്യാറാണെങ്കിൽ പ്രവർത്തിക്കാൻ സ്വർഗത്തിലെ ദൈവം തയ്യാറാണ്. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കഴിയും? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് വ്യക്തമായിട്ട് പറഞ്ഞോളൂ. അത് നമ്മൾ പറയുമ്പോൾ വ്യക്തികളുടെ മുഖഭാവത്തിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകും. ചിലപ്പോൾ നിങ്ങൾക്കും ഉണ്ടാകാം കേട്ടോ, നിങ്ങൾക്കും ഉണ്ടാകാം. കാരണം നമ്മളെല്ലാം പച്ച മനുഷ്യരാണ്. പരിശുദ്ധാത്മാവ് തരുന്ന വചനമൊക്കെ അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഉള്ളത്തിലൊക്കെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. യാതൊരു സംശയമില്ല. ഹല്ലേലൂയ. പക്ഷേ അതിലൂടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ വേണ്ടി. ഹല്ലേലൂയ. അതെപ്പോഴും തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില വാക്യങ്ങളൊന്നും തൊടാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അപ്പൊ നമ്മള് കഴിഞ്ഞ പകൽ വായിച്ച ഒരു വേദഭാഗം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തത്. 2-ാം അധ്യായം അതിന് 37-ാമത്തെ വാക്യം നമ്മളൊന്ന് വായിച്ചു. വിശുദ്ധ പത്രോസിന്റെ പ്രഭാഷണം കേട്ടപ്പോൾ അവരുടെ ഉള്ളത്തിൽ കുത്തുകൊണ്ടെന്നാണ് പറയുന്നത്. അവിടെ പറഞ്ഞു ദൈവം കട്ട് ടു ദ ഹാർട്ട്, ഹൃദയത്തെ കട്ടിയതെന്ന്. ഈ പച്ചക്കറിയൊക്കെ വെച്ച് ഇങ്ങനെ കട്ടിയില്ലേ, കത്തി കൊണ്ട്, അതുപോലെ വചനം അവരുടെ ഹൃദയത്തെ എന്ത് ചെയ്തു? കട്ടി. വചനത്തിന്റെ ശക്തി ഭയങ്കര കട്ടിയ പീസ്. വിശുദ്ധ പത്രോസ് ആത്മാവിനാൽ പ്രസംഗിക്കാൻ നിയോഗിക്കപ്പെട്ടതാണ്. അങ്ങനെ പെന്തക്കോസ്റ്റ് ദിവസം, the day of inauguration of the church, സഭയുടെ ഇനാഗുറേഷൻ ദിവസം പ്രസംഗിക്കാൻ, ആദ്യത്തെ പ്രസംഗം പ്രസംഗിക്കാൻ ഭാഗ്യം ലഭിച്ച ആളാണ് വിശുദ്ധ പത്രോസ്. ഹല്ലേലൂയ. എന്തൊരു ഭാഗ്യമാണെന്ന് അറിയാമോ? ആ ഒരു ഭാഗ്യം ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, ആ ഭാഗ്യം ചുമ്മാതെ ഉണ്ടായതല്ല. കഴിഞ്ഞ പകൽ ഞാനൊന്ന് ടച്ച് ചെയ്തു. സ്തോത്രം. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്ന ഒരു വാക്യം പറഞ്ഞില്ലേ? ആ വാക്യം പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ച്, 11 പേരും മിണ്ടാതിരിക്കുന്ന സമയം പത്രോസ് ചാടി പറയാ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. തനിക്ക് ദൈവം വെളിപ്പെടുത്തിയ വെളിപ്പാടിനെ ഒന്ന് ഡിക്ലെയർ ചെയ്യുവാൻ, ഒന്ന് വിളംബരം ചെയ്യുവാൻ, ഒന്ന് വെളിപ്പെടുത്തുവാൻ അവസരം ലഭിച്ചപ്പോൾ അവസരം പാഴാക്കാതെ അത് വിളംബരം ചെയ്തവരെ നോക്കി ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു. ഞാൻ എന്റെ സഭയെ പണിയും,
പാതാളഗോപുരങ്ങൾ ജയിക്കുകയില്ല. തുടർന്ന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പണിയാൻ പോകുന്ന സഭയുടെ പണിയിൽ മറ്റുള്ളവർക്ക് ലഭിക്കാത്ത, മറ്റുള്ളവർക്ക് എത്തി നോക്കാൻ കഴിയാത്ത ഒരു ശുശ്രൂഷ ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഒരു അവസരം നമുക്ക് ദൈവം നൽകുക. എപ്പോഴെല്ലാം ദൈവം നമുക്കൊരു അവസരം നൽകുന്നു, ആ സമയത്ത് നമ്മുടെ ബോധ്യതകളെ വിളിച്ചു പറയാൻ തയ്യാറാകണം. അങ്ങനെ വിളിച്ചു പറയാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഓപ്പർച്യൂണിറ്റീസ് ദൈവം നിങ്ങളുടെ മുമ്പിൽ വരും. ഈ വെളിപ്പാട് തരുന്നവർ തന്നെ അത് ഏറ്റുപറയാനുള്ള അവസരം ഒരുക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് അവിടെയാണ് അതിന്റെ വിഷയം. ഒരു മനുഷ്യനും നമുക്ക് അവസരം തരില്ല എന്ന് പറഞ്ഞാൽ ദൈവം ഒരു വെളിപ്പാട് തന്നിട്ടുണ്ടോ അത് പ്രഖ്യാപനം ചെയ്യാൻ എനിക്ക് നിങ്ങൾക്ക് അവസരം നൽകുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ദൈവത്തെ സ്തുതിച്ചാരാധികളെ. ഇന്നും എന്നെ ഒരു കർത്തദാസൻ വിളിച്ചു. പലരും പാസ്റ്റർ, എനിക്ക് വചനം ചെയ്യാൻ ഒരു അവസരം ഒന്ന് ഒരുക്കി തരണേ. പാസ്റ്ററുടെ സ്നേഹിതന്മാരോടൊക്കെ ഒന്ന് പറഞ്ഞ് എനിക്കൊരു അവസരം ഒരുക്കി തരണേ. എന്നെക്കാൾ പ്രായമുള്ള സീനിയറായിട്ടുള്ള ചില ശുശ്രൂഷകന്മാരാണ്. പക്ഷെ ഞാനപ്പോ ഉള്ളി ഇങ്ങനെ പറയും, എന്നിട്ട് അവരോട് ഞാൻ വ്യക്തമായി പറയും, വെളിപ്പാട് തരുന്നവൻ ഡിക്ലെയർ ചെയ്യാനുള്ള അവസരം കൂടെ തരുന്നവനാണ്. എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട്? ഹല്ലേലൂയ. അതിന് ഒരു മനുഷ്യന്റെ അടുക്കൽ പോകേണ്ട കാര്യമില്ല. നിന്റെ അകത്ത് ഒരു ദൂത് നൽകിയിട്ടുണ്ടെങ്കിൽ അത് പ്രഖ്യാപനം ചെയ്യുവാൻ, അത് വിളിച്ചറിയിക്കുവാൻ അവസരങ്ങൾ വർണ്ണിച്ചു തരുന്ന സ്വർഗത്തിലെ ദൈവത്തിനായി സ്തോത്രം. ആ ദൈവം നിനക്ക് ദൂത് തരും. അവസരങ്ങളെ വർണ്ണിച്ചു തരും. ആ ദൈവത്തിന്റെ പ്രോഗ്രാമാണ് ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവാത്മാവ് തന്നെ നിങ്ങൾക്ക് വേണ്ടി അവസരങ്ങൾ നൽകിയ ചോദ്യം വെളിപ്പാട് കിട്ടുന്നുണ്ടോ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പകൽ പറയാത്ത ഒരു പദം, രണ്ട് പദങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഒന്ന് ഇൻസ്പൈറേഷൻ, ദൈവവിശ്വാസികൾ. നമ്പർ 2 നമ്മൾ ചിന്തിച്ചു റെവലേഷൻ. മൂന്നാമത്തെ ഒരു പദമുണ്ട് ഇലുമിനേഷൻ എന്ന പദം, പ്രകാശം. അപ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവ് തരുന്നത് വെളിപ്പാടുകളല്ല, വെളിപ്പാടുകളുടെ പ്രകാശനമാണ്. വെളിപ്പാടുകളെല്ലാം ദൈവം നൽകി കഴിഞ്ഞു. വെളിപ്പാടുകൾ മുഴുവൻ അത് എഴുതി രേഖയാക്കി നമ്മുടെ കൈ തന്നിട്ടുണ്ട്. എത്ര പേർക്ക് മനസ്സിലായി? എന്നാൽ ഈ വെളിപ്പാടുകളുടെ പ്രകാശനം ദൈവത്തിന്റെ ആത്മാവ് തരും. എന്റെ പ്രിയപ്പെട്ടവരെ, ഒറ്റ ദിവസം കൊണ്ട് ആർക്കും ഈ വെളിപ്പാടിന്റെ പ്രകാശനം കൊടുക്കില്ല കേട്ടോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസന്മാരെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെയാണ്. കാലങ്ങൾ കൊണ്ട് ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് ദൈവിക വെളിപ്പാടുകളുടെ പ്രകാശനം സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകുന്നത്. ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിലൂടെയാണ്. ജെറമ്യാവിനോട് ഒരിക്കൽ കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്, എന്താണെന്നറിയാമോ? എഴുന്നേറ്റ് ഞാൻ കുച്ചവന്റെ അരയിലേക്ക് ഒന്ന് പോയി അവിടെ ചെന്നു. അപ്പൊ പുള്ളിക്കാരെങ്കിലും കാണുകയാണ് കുച്ചവന്റെ ആലയിലേക്ക് എന്ത് ചെയ്യുന്നു, പാത്രം ഉണ്ടാകില്ല. അതിൽ ചിലതൊക്കെ ചിന്തയായി പോകുന്നു. നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് വീണ്ടും കുറച്ച് പാത്രം ഉണ്ടാകും. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഇസ്രായേൽ ജനത്തോടും യഹൂദ ജനത്തോടും ചെയ്യാൻ പറ്റത്തില്ലേ? സ്തോത്രം. എത്ര ധന്യമായതാണെങ്കിലും പുതുക്കി പണിയാൻ എനിക്ക് കഴിയും. തകർന്ന വ്യക്തികളെയും തകർന്ന കുടുംബങ്ങളെയും തകർന്ന സഭകളെയും സ്വർഗത്തിലെ ദൈവത്തിന് പുതുക്കി പണിയാൻ കഴിയും. വിശ്വസിക്കുന്നവരെ സ്തോത്രം നേടും. പിശാച് എത്ര തല്ലി തകർത്തതിനെ പുതുക്കി പണിയാൻ ദൈവത്തിന് കഴിയും. ദൈവത്തെ സ്തുതിച്ചു ആരാധിക്കുക. പുതുക്കി പണിയുന്നു. ഇത് പറയാൻ വേണ്ടി പുള്ളിക്കാരൻ എന്ത് ചെയ്തു?
അപ്പൊ നമ്മളാണെങ്കിൽ പറഞ്ഞത് കർത്താവ് ഇന്നത്തെ വീട്ടിൽ വെച്ച് പറഞ്ഞ പോലെ അങ്ങനെ ഒന്നും പറഞ്ഞാൽ നമുക്കൊന്നും ഗ്രഹിക്കാൻ പറ്റില്ല. പറയുന്നുണ്ട് സ്തോത്രം. നമ്മുടെ ഈ കൊച്ചു ബുദ്ധിക്കൊന്നും ദൈവത്തിന്റെ ഇടപെടലുകളെയോ ദൈവത്തിന്റെ പദ്ധതികളോ ഒന്നും തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. ഹല്ലേലൂയ. നമ്മൾ അതൊക്കെ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ഈ ബുദ്ധി കുറച്ച് അറിവൊക്കെ നമുക്ക് കൂടും. ഞാനിങ്ങനെ പറയാറുണ്ട്, ഒരാൾ PhD എടുക്കുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു അറിവെന്നറിയോ, എങ്ങനെ താൻ പഠിച്ച മെത്തഡോളജി, എങ്ങനെ പഠന രീതി അനുസരിച്ച് ഒരു കാര്യത്തെ പഠിക്കാം എന്നുള്ളതാണ്. അങ്ങനെ താൻ ഈ PhD എടുക്കുമ്പോൾ പഠിച്ച മെത്തഡോളജി അനുസരിച്ച് ഒരു പുൽക്കൊടിയെ കുറിച്ച് പഠിക്കാൻ തുടങ്ങുമ്പോൾ ആ പുള്ളിക്ക് മനസ്സിലായത് അത്ര ഈസി ഒന്നും അല്ല. PhD പഠിക്കുമ്പോൾ ഒരു മെത്തഡോളജി ഉണ്ട്, BDക്കോ MDക്കോ പഠിക്കുമ്പോൾ ഒരു മെത്തഡോളജി ഉണ്ട്. അതേപോലെ MTech ആകുമ്പോൾ കുറച്ചുകൂടെ മാറി, PhD ആകുമ്പോൾ അത് കുറച്ചുകൂടെ വ്യത്യാസം. ഈ മെത്തഡോളജി അനുസരിച്ച് ഒരു കാര്യത്തൊന്ന് പഠിക്കാൻ ശ്രമിച്ചു, അത്ര ഈസി ഒന്നും അല്ല. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ അറിയേണ്ടതുപോലെ പലതും അറിഞ്ഞിട്ടില്ല. അറിയേണ്ടതുപോലെ അറിയുന്നതോട് താഴ്മയുള്ളവരായി മാറും. പലതും അറിയാത്തത് കൊണ്ട് കൊമ്പ് മുടക്കും. ഹല്ലേലൂയ. അതാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്. നമ്മൾക്ക് ഒരിക്കലും കൊമ്പ് മുളക്കരുത്. ഈ അറിയാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ അറിഞ്ഞതിനേക്കാളുണ്ട് എന്ന് തിരിച്ചറിയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ദൈവത്തിന്റെ വചന പ്രകാശനങ്ങൾ ധാരാളമായി തരാൻ കഴിവുള്ള ഒരു ദൈവം ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്നത്, നിങ്ങൾക്ക് കോവിഡ് നിങ്ങൾ ആ പ്രശ്നത്തിലൂടെ കടന്നുപോയിട്ടുണ്ടോ? ഞങ്ങൾ 4 പേരും കടന്നു. എന്നാൽ കടന്നു പോകുന്നതിന് തൊട്ട് മുമ്പ് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു. ഞങ്ങൾ 21 ദിവസം ഞങ്ങളുടെ വീടിന്റെ അകത്ത് റൂം അടച്ച് ഗേറ്റ് അടച്ച് ഞങ്ങളെ മാറി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ബലം ഒന്നുമല്ലെന്ന് മനസ്സിലാകുന്നു. കെട്ടിയിട്ടത് അനുകൂലമല്ല. നമുക്ക് ഈ അല്പമായ ആരോഗ്യത്തിനും അല്പമായ അറിവിലും അല്പമായ ഭൗതിക നന്മയിലും ഒക്കെ നമ്മൾ പ്രശംസിക്കുന്നെങ്കിൽ നമ്മളെ പോലെ മണ്ടന്മാരായിരിക്കും. ഹല്ലേലൂയ എന്നുള്ളൊരു തിരിച്ചറിവ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, ശ്രദ്ധിക്കണമേ. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളത്തിൽ ശക്തമായി ഇടപെടാൻ നമ്മൾ നിർത്തിക്കണം. ഇവിടെ വിശുദ്ധ പത്രോസിന് പരിശുദ്ധാത്മാവ് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്. എന്താ കാരണം? വാഗ്ദത്തം ചെയ്തത് ദൈവമാണ്. വാഗ്ദത്തം ചെയ്തവൻ വാഗ്ദത്തം നിവർത്തിക്കുവാൻ വാഗ്ദത്തം നൽകുന്ന സമയം മുതൽ ജാഗരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. ഒന്നുകൂടെ പറയാം, വാഗ്ദത്തം നൽകിയവനാണ് വാഗ്ദത്തം സ്വീകരിച്ചവനേക്കാൾ വാഗ്ദത്തത്തിന്റെ നിവർത്തി കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. അപ്പൊ വാഗ്ദത്തം നൽകുന്ന ദൈവം ആ സെക്കൻഡ് മുതൽ ജാഗരിക്കുകയാണ്. പക്ഷേ ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണം കൊണ്ട് ആടിയോടി നിർമ്മിതമായ ബ്രഹ്മാണ്ഡ ഘടകത്തെ ഒന്നുമില്ലാതെ സൃഷ്ടിച്ച ദൈവത്തിന് സെക്കൻഡ് കൊണ്ട് തന്റെ വാഗ്ദത്തത്തെ നിവർത്തിക്കാൻ കഴിയും. പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല. ചില വാഗ്ദത്തങ്ങൾ നിവർത്തിക്കാൻ കാലങ്ങൾ എടുത്താണ് ദൈവം ചെയ്യുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പക്ഷെ ഒരു കാര്യം ശരിയാണ്, കാലങ്ങൾ എത്ര എടുത്താലും അധരത്തിൽ നിന്ന് അടർന്നു വീണ വചനത്തെ നിവർത്തിക്കുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. വിശ്വസിച്ച് സ്വന്തം ദൈവം നിവർത്തിക്കുന്നത് ചെയ്യും. ഞാനിങ്ങനെ പറയും, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്ന ഈ പ്രവചനം ഏകദേശം 4000 വർഷം കഴിഞ്ഞിട്ടാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, സ്ത്രീയുടെ സന്തതി കാലസമ്പൂർണതയിൽ ഈ ഭൂമിയിൽ ജനിച്ചെന്ന് പറയും. നോക്കണേ, ഒരു 4000 yearsന്റെ ഗ്യാപ്പ്.
അവൻ ഡ്യൂറബിലിറ്റി കൂടുന്നോറും, സ്തോത്രം, നിവർത്തീകരണത്തിന് സമയം കൂടുന്നോറും ആൾക്കാർ ചിലപ്പോൾ സംശയിക്കാം. പക്ഷെ വചനം പഠിക്കുന്നവന് സംശയിക്കേണ്ട കാര്യമില്ല. ദൈവമാണോ അരുളി ചെയ്യുന്നത്, നിവർത്തിക്കാൻ ദൈവം ശക്തനാണ്. വിശ്വസിച്ച് സ്തോത്രം ചെയ്തോ. തന്റെ വചനം നിവർത്തിക്കാൻ വേണ്ടി ഈ പ്രപഞ്ചത്തെ തന്നെ അതിനുവേണ്ടി ഒരുക്കി കൊണ്ടുവരുവാൻ കഴിവുള്ളവരാണ് ദൈവം. ഹല്ലേലൂയ. അതാണ് പൗലോസ് പറഞ്ഞ കാലസമ്പൂർണത വന്നപ്പോൾ, കാലസമ്പൂർണത വന്നപ്പോൾ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ കാലസമ്പൂർണത എന്ന് പറയുന്നത് തന്റെ വചനം ഈ ഭൂമിയിൽ അവൻ നിവർത്തിക്കപ്പെടാൻ സമയമായപ്പോൾ ദൈവം ഈ ഭൂമിയെ തന്നെ, ഈ പ്രപഞ്ചത്തെ തന്നെ ഒരുക്കിയെടുക്കുന്നതായി കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞ തന്റെ വചനം നിവർത്തിക്കുവാൻ ദൈവത്തിന് എന്തും ചെയ്യാൻ കഴിവുള്ളവനാണ് സ്വർഗത്തിലെ ദൈവം. വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യാം. എന്തും ചെയ്യാൻ കഴിവുള്ളവർ ദൈവമായിരിക്കാൻ സ്തോത്രം. സംഖ്യാപുസ്തകം 23:19 ജനത്തൊന്ന് നോക്കിക്കേ. 23:19 ഒന്ന് ശ്രദ്ധിച്ച്. സ്തോത്രം. ഈ വചനത്തിന്റെ പ്രകാശനം നിങ്ങളുടെ ഉള്ളിൽ വരട്ടെ. വായിച്ചോ. 23:19. വ്യാജം പറയുവാൻ ദൈവം ആരല്ല പ്രിയപ്പെട്ടവരെ? അപ്പൊ അതിന്റെ അർത്ഥം മനുഷ്യൻ വ്യാജം പറയുക, വ്യാജം പറയും. പക്ഷെ ദൈവം വ്യാജം പറയൂ? ദൈവത്തിന് വ്യാജം പറയാൻ പറ്റുമോ? മോസ്ക് പറയാൻ പറ്റാത്ത ഒരു ദൈവം അർത്ഥം. അല്ലെ വേണമെങ്കിൽ മോസ്ക് പറയാനല്ല, മോസ്ക് പറയാൻ പറ്റാത്ത ഒരു ദൈവം. സ്തോത്രം. താൻ പറഞ്ഞ വാക്കിന് വിരോധമായി സംസാരിക്കാൻ പറ്റാത്ത ഒരു ദൈവം. ആ ദൈവത്തെയാണ് നാം സേവിക്കുന്നത് കേട്ടോ. വേദം പറയുവാൻ ദൈവം മനുഷ്യനല്ല. അടുത്ത വാക്ക്, അനുദമിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. പിന്നെ കണ്ടോ, താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതെ ഇരിക്കുമോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ദൈവം അരുളി ചെയ്യുന്ന സെക്കൻഡ് മുതൽ ദൈവം അതിന്റെ നിവർത്തിക്ക് വേണ്ടി ജാഗരിച്ചു കൊണ്ടിരിക്കുക. തക്ക സമയമാകുമ്പോൾ അത് ദൈവ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന വിഷയമാണ്. ദൈവത്തിന്റെ തക്ക സമയമാകുമ്പോൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം നൽകിയ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം എനിക്കും നിങ്ങൾക്ക് കാണുവാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിവർത്തിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പത്രോസിനോട് പറഞ്ഞു, നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ശ്രദ്ധിച്ചില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് നിങ്ങൾ പറയണമെങ്കിൽ അവർ അമേരിക്ക പോയതോ, കാനഡയിൽ പോയതോ, UK പോയതോ, ഓസ്ട്രേലിയ പോയതോ, ജർമ്മനി പോയതോ ഒന്നുമല്ല. ഏത് രാജ്യത്ത് വേണമെങ്കിലും അവർ പോയിക്കോട്ടെ, എന്റെ മോണമുണ്ട്. പക്ഷെ അന്ന് നടക്കുന്ന ദൈവ പ്രവർത്തികളുടെ ഒരു ഭാഗമായിട്ട് എന്റെയും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്നാണ് ശ്രദ്ധിക്കുന്നത്. അതാ ദൈവാദികൾ. ആഗോള വ്യാപകമായി ദൈവം ചെയ്യുന്ന തന്റെ സഭയുടെ പ്രവർത്തികളിൽ എന്റെ നിന്റെ കുഞ്ഞുങ്ങളെ ഒരു ഭാഗമാക്കി തീർക്കുന്നുണ്ടോ? ജോലി ഒക്കെ ചെയ്തു, നല്ല ശമ്പളം വാങ്ങി, നല്ല കെട്ടിടം വെച്ചു, നല്ല കാറൊക്കെ വാങ്ങി, ആയിക്കോട്ടെ. അതൊക്കെ ഈ ഭൂമിയിലൊക്കെ ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. പക്ഷെ അതല്ല വിഷയം. അവിടെ നടക്കുന്ന ദൈവ പ്രവൃത്തിയുടെ ഒരു ഭാഗമായി എന്റെ നിന്റെ തലമുറകളെ ദൈവം ഉപയോഗിക്കുന്നുണ്ട്. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ? അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതാണ് ദൈവിക പ്രോമിസ്. താൻ ഭൂമിയിൽ ചെയ്യുന്ന കിങ്ഡം വർക്കിന്റെ, ഭൂമിയിൽ ചെയ്യുന്ന സഭാപണിയുടെ ഒരു ഭാഗമായി എന്റെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തീരും. ഹല്ലേലൂയ. അതാണ് ദൈവിക ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് കേട്ടോ. സ്തോത്രം. ഇതാണ് പത്രോസിനോടുള്ള ബ്ലെസ്സിംഗ്. എന്ത്? അവൻ ഞാൻ പണിയാൻ പോകുന്ന സഭ, അതുവരെ സഭ പണിതിട്ടില്ല, ആരംഭിച്ചിട്ടില്ല. ഞാൻ പണിയാൻ പോകുന്ന സഭയുടെ ആ പണിയിൽ സ്തോത്രം നിന്റെ ഒരു നിസ്തുല്യമായ ഒരു പങ്കാളിയാക്കി മാറ്റാൻ എനിക്ക് താല്പര്യമുണ്ട്.
എന്തുകൊണ്ടാണ് കർത്താവ് മാറ്റാനുള്ള കാരണം? ഒന്നുകൂടെ ഞാൻ പറയുന്നു, ദൈവം കൊടുത്ത വെളിപ്പാട്, ദൈവം നൽകിയ അവസരത്തിൽ ഏറ്റുപറയാനുള്ള മടിയില്ലായ്മ, അതിനുള്ള സന്നദ്ധത ദൈവം കൺസിഡർ ചെയ്യുകയാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു, ദൈവത്തിനു വേണ്ടി ഒരു വാക്ക് നീ ഉച്ചരിക്കാൻ തയ്യാറാണെങ്കിൽ അതിനെ പരിഗണിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് ദൈവം പരിഗണിച്ചിരിക്കും. അത് ദൈവത്തിന്റെ വിശ്വാസ്യതയാണ്. ദൈവം അവരെ മാനിച്ചിരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ നമ്മൾ ആഴത്തിലൊന്ന് ഗ്രഹിക്കണം കേട്ടോ. സ്തോത്രം. അവിടെ പണി ആരംഭിച്ചു. നോക്കണേ, പണി ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ആ പണി ആരംഭിക്കുന്ന എങ്ങനെയാ? ഹോളി സ്പിരിറ്റ് ഇറങ്ങി വരിക, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ആത്മസ്നാനം എന്ന പ്രക്രിയ അതിനകത്ത് നടക്കുന്നു. അന്യഭാഷകൾ അവിടെ സംസാരിക്കപ്പെടുന്നു. ഹല്ലേലൂയ. ബി പെന്തക്കോസ്റ്റൽസ് നമ്മൾ വിശ്വസിക്കുന്നത് അന്യഭാഷ അടയാളത്തോടുകൂടെയുള്ള ആത്മസ്നാനത്തിലാണ് നാം വിശ്വസിക്കുന്നത്. നിങ്ങളെല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? അന്യഭാഷ അടയാളത്തോടുകൂടെയുള്ള ആത്മസ്നാനം നമ്മൾ പ്രാപിക്കണം. ഒരു വലിയ അനുഭവം അവർക്ക് അവിടെ ഉണ്ടായി എന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അവരെല്ലാം അന്യഭാഷ അടയാളത്തോടുകൂടെ ആത്മസ്നാനം പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് തുടങ്ങിയ, ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയ, കർത്താവിൽ സന്തോഷിക്കാൻ തുടങ്ങിയ ഈ ശബ്ദം കേട്ടുകൊണ്ട് ചുറ്റുപാടുകളിൽ നിന്ന് ജനങ്ങൾ ഓടിക്കൂടുന്നു. അത് യഹൂദന്മാർ മാത്രമാണ്. സ്തോത്രം. അവിടെ ജാതികളാരുമില്ല, യഹൂദന്മാർ മാത്രമാണ് ഓടിക്കൂടുന്നത്. വ്യത്യസ്ത കമന്റുകളൊക്കെ അവിടെ പറയുന്നുണ്ട്. ഈ സമയത്ത് അവൻ വിശുദ്ധ പത്രോസിന്റെ ഉള്ളിൽ ഒരു വലിയ ഇൻസ്പിറേഷൻ വരികയാണ്, ഒരു പ്രേരണ വരികയാണ്. എന്തിനാണെന്നറിയാമോ? നീ എഴുന്നേറ്റ് വചനം പ്രസംഗിക്കുക. ഈ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നവരുടെ നടുവിൽ നീ preach the word of God. ദൈവത്തിന്റെ വചനം നീ പ്രസംഗിക്കുക. Praise the Lord. അതാണ് ആവശ്യമായിരിക്കുന്നത്. വിശുദ്ധ പത്രോസ് എഴുന്നേറ്റ് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് പ്രസംഗിക്കും. ആ പ്രസംഗം തൊട്ട് മുകളിലുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ പ്രസംഗം ഇത്തിരി ആഴത്തിലേക്ക് പോയി കേട്ടോ. സ്തോത്രം. അവരുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി പറയുകയാണ്, നിങ്ങൾ ക്രൂശിച്ചു, നിങ്ങൾ ക്രൂശിച്ച് കർത്താവിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിന്റെ കുറവുകൾ, അവരുടെ ജീവിതത്തിന്റെ പരിമിതികൾ ഒക്കെ പരിശുദ്ധാത്മാവിടെ വെളിപ്പെടുത്തി കൊടുക്കുക. ശക്തമായ ഒരു പ്രഭാഷണം, ആത്മാവിന്റെ നിറവിലുള്ള ഒരു പ്രസംഗം. ഈ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ഹൃദയത്തിൽ എന്ത് സംഭവിച്ചു? കുഞ്ഞുങ്ങളെ കുത്തുകൊണ്ടെന്നാണ്. കുത്തുകൊണ്ടു. അതെ, ഈ കുത്തുകൊള്ളുന്നത് രണ്ട് രീതിയിലുണ്ട്. ഇപ്പൊ സഭയുടെ ആത്മശുശ്രൂഷ ചെയ്യുന്ന ഒരു 10-36 വർഷമായി സഭയുടെ ശുശ്രൂഷ ചെയ്യുന്നതാണ്. അപ്പൊ ദൈവസഭയിലുള്ള ദൈവമക്കളെ അടുത്തറിയാൻ കിട്ടുന്ന ഒരു ശുശ്രൂഷകനാണ് സഭയുടെ ശുശ്രൂഷ. നിങ്ങളുമായിട്ട് കൂടുതൽ ആഴത്തിൽ അടുത്ത് ഇടപെടാൻ കിട്ടുന്ന ശുശ്രൂഷ. അപ്പൊ നിങ്ങളുടെ വാക്കും നിങ്ങളുടെ പെരുമാറ്റങ്ങളും നിങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകളും നിങ്ങളുടെ ബന്ധങ്ങളും ഒക്കെ തിരിച്ചറിയാം. സ്വാഭാവികമായിട്ട് ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് പ്രഭാഷണങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു പ്രേരണ എന്ന് പറഞ്ഞാൽ ഒരു പ്രലോഭനം ചിലപ്പോൾ ഉണ്ടാകും. എന്നാൽ ആ പ്രലോഭനമല്ല പ്രസംഗത്തിന്റെ ക്രമീകരണത്തിലേക്ക് നമ്മളെ കൊണ്ടുവരും. ഈ പ്രശ്നങ്ങളെല്ലാം നടുവിൽ മുട്ടുമടക്കി കണ്ണുനീരൊടുക്കുമ്പോൾ ദൈവാത്മാവ് ഒരു ധൂത് നൽകുന്നെങ്കിൽ ആ ധൂത് ചില വ്യക്തികളെ കൊള്ളുമെന്ന് നിങ്ങൾക്ക് ആത്മാവിൽ അറിയാം. പക്ഷേ ആ കൊള്ളുമെന്ന് വിചാരിച്ച് ആത്മാവ് തരുന്ന ധൂത് മറച്ചു വെക്കരുത്. നീ ആ ധൂത് പറയാൻ തയ്യാറാണെങ്കിൽ വചനത്തോട് മറുതലിക്കുന്നവൻ വിവരമറിയും. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാനാണ് കഴിയും? Praise the Lord. Praise the Lord. പരിശുദ്ധാത്മാവ് നൽകുന്ന ദൂത്, ആ ദൂത് സംസാരിക്കുമ്പോൾ ആ ദൂത് ചിലരെ കുത്തിക്കും, കട്ട് ചെയ്യും. പക്ഷെ ആ ദൂതിനോട് ക്രിയാത്മകമായി പ്രതികരിച്ചാൽ
ജീവിതം ധന്യമായിട്ട് മാറും. എന്നാൽ അതിനോട് മറുചലിച്ച് പ്രവർത്തിച്ചാൽ ദൈവമാണ് ഈ ദൂത് കൊടുത്തതെന്നും ദൈവമാണ് ഇതിന് ഓഫറെന്നും നിയോഗിച്ചവൻ ദൈവമാണെന്നും വെളിപ്പെടുത്തേണ്ടതിന് ആ ദൂതിനോട് മത്സരിക്കുന്നവരെ സ്വർഗത്തിലെ ദൈവം തൊടുവാനിടയാണ്. ഉണ്ടോ? സ്വർഗത്തിലെ ദൈവം തൊടും. അങ്ങനെ തൊടുമ്പോൾ അതിലൂടെ അഭ്യസനം പഠിച്ച് ക്രമപ്പെട്ടു വരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോട് ചേർക്കുന്നതും ആ സഭയ്ക്കകത്ത് 5 ശുശ്രൂഷകന്മാരെ കയറിയിറങ്ങുവാൻ ദൈവം അനുവദിക്കുന്നതും ദൈവസഭയ്ക്കകത്ത് വന്ന ദൈവമക്കൾ ക്രിസ്തുവിൽ അനുരൂപരായി പെർഫെക്റ്റായി തികഞ്ഞവരായി വളരേണ്ടതിനു വേണ്ടിയാണ്. അത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വലിയ ബോധ്യത നമ്മളെ എപ്പോഴും ശക്തമായിട്ട് ഭരിക്കണം എന്ന് ഞാൻ ഇവിടെ ഓർമ്മപ്പെടുന്നു. സ്തോത്രം. ചിലപ്പോൾ ശുശ്രൂഷകന്മാർക്ക് തന്നെ ഈ ചില ദൈവിക വെളിപ്പാടൊക്കെ പറയുമ്പോഴേ വ്യക്തികളിൽ അത് ഒരു ചലനം ഉളവാക്കുമ്പോൾ ഒരു ചെറിയ പ്രയാസം വേദനയൊക്കെ ഉണ്ടാവും. നിങ്ങളെടുത്ത് 2 കൊരിന്ത്യർ ലേഖനം പരിശുദ്ധാത്മാവില് ആ വിഷയം എന്റെ കൂടെ ഒന്ന് മാറുന്നുണ്ട്. പ്ലീസ് ലിസൺ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ഈ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രഭാഷണം കേൾക്കാനാണ് നിങ്ങൾ വന്നതെങ്കിൽ എന്റെ ഈ പ്രഭാഷണത്തെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. സ്വാഭാവികമാണ്. നിങ്ങൾക്ക് അത്ര സന്തോഷമോ ഒന്നും തോന്നില്ല. എന്നാൽ ദൈവശബ്ദം കേൾക്കാനാണ് നിങ്ങൾ വന്നതെങ്കിൽ ഈ പ്രഭാഷണങ്ങൾ നിങ്ങൾ സന്തോഷത്തോടെ ഏറ്റെടുക്കും. ഹല്ലേലൂയ. ഇതെപ്പോഴും നിങ്ങൾ തിരിച്ചറിഞ്ഞു. സ്തോത്രം. അപ്പൊ വളരെ ഗൗരവമായിട്ട് നിങ്ങളെ പരിശുദ്ധാത്മാവ് വിവേചിക്കുന്നു. 2 കൊരിന്ത്യർ ലേഖനം അതിന്റെ 7-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം ഞാൻ ഒന്ന് വായിക്കുകയാണ്. ഞാൻ ലേഖനത്താൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്ന് വരികയും ഞാൻ അനുതപിക്കുന്നില്ല. ലേഖനത്താൽ പൗലോസ് ദൈവജനത്തെ ദുഃഖിപ്പിച്ചു. അവരെ ദുഃഖിച്ചു എന്നുള്ളത് ആർക്ക് മനസ്സിലായി? പൗലോസിന് മനസ്സിലായി. അതുകൊണ്ട് പൗലോസ് അവർക്ക് അതിന്റെ വ്യക്തത പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ നിങ്ങളെ ലേഖനത്തെ ദുഃഖിപ്പിച്ചു എന്ന് വരികയും ഞാൻ അനുതപിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് റിഗ്രറ്റ് ഒന്നുമില്ല. ഞാനത് തിരിച്ചു പറയാനും തയ്യാറല്ല. കാരണം ഐ റിസീവ് മെസ്സേജ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് ലഭിച്ച മെസ്സേജാണ് ഞാൻ നിൽക്കുന്നത്. ആ മെസ്സേജാണ് നിങ്ങൾ ദുഃഖിപ്പിച്ചത്. ഹല്ലേലൂയ. അതുകൊണ്ട് അത് തിരുത്താനോ നിങ്ങൾ ദുഃഖിച്ചതിൽ അനുഗമിക്കാനോ ഞാൻ തയ്യാറല്ല. ഹല്ലേലൂയ. അടുത്ത വാക്കിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. അടുത്ത വാക്കിൽ പറയുകയാണ്, സ്തോത്രം, ആ ലേഖനം നിങ്ങളെ കുറെ നേരത്തേക്കെങ്കിലും ദുഃഖിപ്പിച്ചു എന്ന് കാണുന്നത് കൊണ്ട് മുമ്പേ അനുഗമിച്ചുവെങ്കിലും ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. ഈ ഒരു പാസ്റ്റർ എന്നുള്ളതിൽ ഞാൻ പറയാം, ശുശ്രൂഷകന്മാരെ കൊണ്ടുകൊണ്ട് ചില മെസ്സേജുകളെ ഹാൻഡ് ഓവർ ചെയ്തതിനു ശേഷം വീട്ടിൽ ചെന്ന് അല്പസമയം ദൈവസന്നിധിയിൽ നിന്ന് കരയും. കർത്താവ്, ഈ ദൂത് ചിലരൊക്കെ കട്ടിയത് കൊണ്ട് മുറിപ്പെടുത്തിക്കൊണ്ട് ദൈവം ഇടപെട്ടോണം, ദൈവം ക്രമീകരിച്ചോണം. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാകുന്നത്? പക്ഷെ ഈ ദൂത് പറയാതിരിക്കാനാവില്ലെന്നാണ്. ജെറമ്യാ പറയുന്നത് പോലെ ഇത് ഞങ്ങളുടെ അസ്ഥികളിൽ നിന്ന് പോകുകയാണ്. പക്ഷെ ഇത് വിളിച്ചു പറഞ്ഞാൽ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് പറയുക എന്നാണ് ഇവിടെ പറയുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, അനുഗമിക്കുന്നില്ല. അടുത്ത വാക്യത്തിൽ കൂടെ നിങ്ങൾ ശ്രദ്ധിച്ച്, നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു പോലും ദുഃഖിക്കണമെന്ന് ഒരു പാരന്റ്സും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ അവൻ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ചില ദുഃഖങ്ങളിലൂടെ
പാതയിലൂടെ അവർ കടന്നുപോയേ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു പ്രോസസ് ഇല്ല, അല്ലാതെ ഒരു പ്രക്രിയ ഇല്ല. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തോടുള്ള നിങ്ങളുടെ ബന്ധത്തിൽ എന്തെങ്കിലും അപജയങ്ങൾ നിങ്ങൾക്ക് വന്നാൽ അതവിടെ കണ്ണടച്ചുവിടുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. നിങ്ങളുടെ ചിന്തകൾക്കും വാക്കുകൾക്കും പ്രവൃത്തികൾക്കും അനുസരിച്ച് നിങ്ങളെ ഷേപ്പ് ചെയ്തെടുത്ത് തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കി തീർക്കുന്ന ഒരു പ്രക്രിയക്കകത്താണ് വീണ്ടും ചലനമെന്ന പ്രക്രിയയിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. ആ പ്രക്രിയക്കകത്ത് ദൈവം നിങ്ങളെ ഉരുക്കി വാർത്തെടുക്കുന്ന ദൈവമാണ്. ദൈവത്തെ സ്തുതിച്ചൊന്ന് ആരാധിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അല്പസമയം നിങ്ങൾ ദുഃഖിച്ചതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. എന്താ കാരണം? അത് നിങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കുമല്ലോ എന്ന് വിചാരിച്ചു. ഹലോ, നിങ്ങൾ ശ്രദ്ധിച്ചു. ഈ കർത്തൃമേശ എടുക്കുമ്പോൾ തന്നെ പൗലോസ്ലീഹ പറയുന്ന ഒരു വാക്കുണ്ടല്ലേ, അയോഗ്യമായി ഇത് ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്താൽ നിങ്ങളിൽ ചിലർ എന്ന് പറഞ്ഞേ, രോഗികൾ, ബലഹീനർ, പിന്നെ മരണം വരെ സംഭവിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സ്തോത്ര കർത്തൃമേശയിൽ നിന്ന് എന്റെ ആത്മീയ ജീവിത ശുശ്രൂഷ അനുഭവത്തിൽ ഇന്നവരെ ഞാൻ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. സാക്ഷ്യം പറയപ്പെട്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചില ശുശ്രൂഷ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്, കർത്തൃമേശ എന്ന് മാറ്റി നിർത്തുന്നില്ല. കാരണം ദൈവത്തിന്റെ പരമാധികാരത്തിൽ ദൈവം ചിലത് ചെയ്യട്ടെ. സ്തോത്രം. ഓരോ വ്യക്തികളോടും ദൈവത്തിന്റെ ആത്മാവിടും ശ്രദ്ധിച്ചോടെ കുഞ്ഞെ. ഞാൻ ഒരു സ്നേഹത്തോടെ പറയുന്നു. 40-40 വർഷമായിരുന്നു ഞാൻ ആത്മാ ശുശ്രൂഷയിലായി. 41 വർഷമാണ്. സ്നേഹത്തോടെ അകത്ത് ഒരു കുത്തല് പോലെ തോന്നിയാൽ ഉടൻ തന്നെ മുട്ടുമടക്കിയിട്ട് കരയണം. ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, എന്നോട് കരുണ കാണിക്കണമേ, എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് നെടുമ്പാട് വീണ് കരഞ്ഞാൽ ക്ഷമിക്കാത്ത ഒരു ഭാവവുമില്ല, അവയെ വിടുവിക്കാൻ കഴിയാത്ത ഒരു വിഷയമില്ല. ഒറ്റ ദിവസം കൊണ്ട് ഒരു ജനത പിറന്നു എന്ന് ദൈവം കാണുന്നു. ഹല്ലേലൂയ. മരുഭൂമിയെ മലർവാടിയാക്കാൻ കഴിവുള്ള സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഒരു സെക്കൻഡ് കൊണ്ട് ചലിക്കാൻ ദൈവത്തിന് കഴിയും. ഹലോ, നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടോ? ഒരനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ ബിസിനസ് ഫാസ്റ്റ് ഫുഡാണ്. നല്ല കച്ചവടം. രാത്രി ഒരു 12 മണി വരെ, വൈകിട്ട് ഒരു 4 മണിക്ക് ആരംഭിച്ചപ്പോൾ പക്ഷേ കുറച്ച് ദിവസങ്ങളായിട്ട് കച്ചവടം എല്ലാവരും ഡല്ലായി. പുള്ളിക്കാരൻ വന്ന് വീട്ടിൽ വന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി 1-2 ദിവസം പ്രാർത്ഥിച്ചു. ഒരു ദിവസം രാത്രി ഒരു 11 മണി കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, കച്ചവടം പഴയതിനേക്കാൾ മെച്ചപ്പെട്ടു കിട്ടും. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ കാരണം? എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. 3 ദിവസം പ്രാർത്ഥിച്ചു വിട്ട് എനിക്ക് പ്രത്യേകിച്ച് വെളിപ്പാടൊന്നും എന്താ കാരണം അങ്ങനെ പെട്ടെന്ന് മാറ്റം വരാനുള്ള കാരണം? പുള്ളിയോട് പറഞ്ഞു, ഞാൻ പാസ്റ്റർ അവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പിന്നെ വീട്ടിൽ പോയിരുന്നപ്പോൾ അല്പസമയം കൂടെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഒരു ഗ്യാസ് കുറ്റി കണ്ടു. ഗ്യാസ് കുറ്റി എന്നിട്ട് ഈ ഗ്യാസ് കുറ്റി കാണിച്ചിട്ട് ദൈവത്തിന്റെ ആത്മാവ് അനധികൃതമായിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുക. നീ പൈസ മുടക്കി പ്രോപ്പർ ചാനലിൽ കൊണ്ടുവന്ന ഒരു ഗ്യാസ് കുറ്റി വെക്കാം. ഹലോ, എല്ലാവരും കൂടെ ഉണ്ടോ? അനധികൃതമായിട്ട് എന്ത് വീട്ടിലിരുന്നാലും ഒരു ഉപ്പ് ചിരട്ട ഇരുന്നാലും അതിന്മേൽ പിശാചിന്റെ ഒരു വാദം ഉണ്ടാകും. അനധികൃതമായിട്ടുണ്ടെന്ന് പരിശുദ്ധാത്മാ ബോധ്യമായാൽ എന്ത് വില കൊടുത്ത് എടുത്തവന് കളഞ്ഞേക്കണം കേട്ടോ. ഒരു സെക്കൻഡ് കൊണ്ട് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. അല്പമൊന്ന്
കോടിയെങ്കിലും പൈസ എടുത്ത് അദ്ദേഹം പ്രോപ്പർ ചാനലിൽ ഒരു ഗ്യാസ് സൂറ്റ് കൊണ്ടുവന്ന് വെച്ചു. അന്ന് രാത്രിയാണ് വിളിക്കുന്നത്. ഒരു സെക്കൻഡ് കൊണ്ട് മരുഭൂമിയെ മലർവാടിയാക്കാൻ കഴിവുള്ളത്. വരണ്ട നിരത്തുന്ന വേര് മുളപ്പിക്കാൻ കഴിവുള്ളവനാണ് സ്വർഗത്തിലെ ദൈവം. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം. ഒന്ന് ശ്രദ്ധിച്ച് യോഹന്നാൻ പറയുന്ന ഒരു വാക്ക്, മനസാക്ഷി നിങ്ങളെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ നിങ്ങൾ കുറ്റക്കാരാണ്. എന്റെ കുഞ്ഞെ, നിങ്ങളുടെ മനസാക്ഷി ഒരു കുറ്റം വിധിക്കുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ സെറ്റിൽ ചെയ്യണം കേട്ടോ. എന്ത് വില കൊടുത്താലും സെറ്റിൽ ചെയ്യണം. തിരിച്ചറിയുന്നവർക്കായിട്ട് സ്തോത്രം. തിരിച്ചറിയുന്നവർക്കായിട്ട് സ്തോത്രം. നിങ്ങളുടെ മനസാക്ഷിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ക്രമപ്പെടുത്തണം, ക്രമീകരിക്കണം എന്ന് പറഞ്ഞാൽ അവൻ ദുരഭിമാനവും ശാഠ്യവും കാണിക്കരുത്. അവൻ എത്ര കൊമ്പത്തെ ആളാണെങ്കിലും മുട്ടുമടക്കി കരയാൻ തയ്യാറാണെങ്കിൽ അനുഗ്രഹിപ്പാൻ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനാണ്. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് കഴിയും? ദൈവത്തിന് പ്രവർത്തിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാനൊന്നും ഇവിടെ പറഞ്ഞിട്ട് ശ്രദ്ധിച്ചു. ഒരിക്കലും ഒരു സഭയിൽ അദ്ദേഹം ആ സഭയുടെ പ്രധാന മുപ്പതാണ്. അപ്പൊ അദ്ദേഹം ഒരു കമന്റ് ഇങ്ങനെ, ഞങ്ങളുടെ പാസ്റ്ററിന് ഞങ്ങള് മാസം കൊടുക്കുന്നത്, അതുകൊണ്ട് ഞങ്ങളുടെ പാസ്റ്റർ ഞങ്ങൾ പറയുന്ന പോലെയൊക്കെ ഒന്ന് അനുസരിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ ഈ BTH കഴിഞ്ഞ് അങ്ങനെ തന്നിരിക്കല്ലേ. അപ്പൊ ഈ വാക്ക് എന്റെ ചെവിയിൽ വന്നു. ഇന്നേക്ക് വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ, 1993. ഞാൻ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഒഫൻഡായി, മുട്ടുവെഴുന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ സഭ കുറിച്ചു. ഞാൻ ഒരൊറ്റ പാട്ട്, കുലിക്കാരനല്ല ഞാൻ യേശുവിൻ സ്ഥാനപതി തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഒരു പാട്ടൊക്കെ പാടി കേട്ടോ. കാരണം 19ാമത്തെ വയസ്സിൽ 20,000 രൂപ സാലറി പറഞ്ഞ് വിദേശ രാജ്യത്ത് പോയി ജോലി ചെയ്യുന്നവനാണ്. പക്ഷേ കർത്താവ് വിളിച്ചതുകൊണ്ട് കർത്താവിന്റെ വേലക്കിറങ്ങി. അതുകൊണ്ട് ചില നഷ്ടങ്ങൾ ഭൗതിക തലത്തിലുണ്ടായി. പക്ഷേ അതെല്ലാം ലാഭമായി തീരുന്നതോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അല്ലെങ്കിൽ ആരുടെ പാദസേവ ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല, ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷ ചെയ്യാൻ, കാലുകളില്ല, ശുദ്ധീകരണത്തിന്റെ ആത്മശുശ്രൂഷ. ഞാൻ ഒരൊറ്റ പ്രസംഗമൊക്കെ പ്രസംഗിച്ചു കേട്ടോ. ഏതാണ് ദിവസം കഴിഞ്ഞു, ഈ പിതാവിന്റെ മൂക്കിൽ നിന്ന് ഒരു ഗ്രോത്ത് വരിക. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വിളിച്ചു. എനിക്ക് മൃഷ്ടാനുബോധനമൊക്കെ എപ്പോഴെന്ന് ചോദിച്ചാൽ തന്നെ അദ്ദേഹത്തിന്റെ മൂക്കിൽ ഇങ്ങനെ ഒരു ഗ്രോത്ത് വന്നു. അദ്ദേഹത്തെ ദൈവവചനം പറഞ്ഞ് ധൈര്യപ്പെടുത്തി. നിങ്ങളോട് ഞാൻ പറയുന്നത്, മരിച്ച മൃതശരീരം കുളിപ്പിക്കുന്നതിൽ ഞാനൊരു ഭാഗം വഹിച്ചു. അതിന്റെ ഭൂഷണം ഒരു തേങ്ങയുടെ വലിപ്പമായിരുന്നു. ദൈവത്തിന്റെ മക്കളെ, നിന്റെ അകത്ത് വരുന്ന ചിന്തകളെല്ലാം വാക്കുകളായിട്ട് പുറത്തു വിടരുത് കേട്ടോ, പ്രവൃത്തികളായിട്ട് പുറത്തു വരരുത് കേട്ടോ. നീ അതിനെ സെൻസർ ചെയ്ത് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് യാത്ര ചെയ്തില്ലെങ്കിൽ വാക്കുകളെ പോലെ ദൈവം പിടിക്കും, നിന്നെ ശുദ്ധീകരിക്കും. എന്നോട് പിണക്കൊന്നുമില്ല. ഇപ്പൊ ആരാപ്പ കർത്താവ് ആരാ? ഹല്ലേലൂയ. അതുകൊണ്ട് എന്തെങ്കിലും ആത്മതലത്തിൽ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. നിങ്ങളുടെ അകത്തളത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ കുഞ്ഞുങ്ങളെ ഒരിക്കലും മറന്നിരിക്കരുത്. ദൈവത്തിന് അവിടെ വിധേയപ്പെട്ടു പോകണം കേട്ടോ. സ്തോത്രം. ഞാൻ ഒരിക്കൽ ബാംഗ്ലൂരിൽ ചെന്നപ്പോഴത്തേക്ക് എന്നെ ഒരു സഹോദരന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് തന്റെ ഈ കാല് മുഴുവൻ പ്ലാസ്റ്റിക്കിൽ കിടക്കുക. അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് ഞാൻ അല്പസമയം ദൈവവചനം പറഞ്ഞു.
പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ ഈ കോലത്തിലായില്ല എങ്കിൽ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ പറ്റില്ല. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്റെ ഭാര്യ വിശ്വാസിയാണ്, ഞാൻ അവരുടെ നിർബന്ധത്തിനിടയ്ക്ക് ചർച്ചയിൽ പോകും. തിരിച്ചു വരുന്ന വഴി ഞാൻ പലതരത്തും കയറി പലതും ആഗ്രഹിക്കും. ഒരിക്കൽ ഞാനിങ്ങനെ വരുമ്പോൾ ദേശത്തുണ്ടായ ഒരു ചെറിയ കലാപത്തോട് ബന്ധപ്പെട്ട് ആടുമാറി കുതിരരമ്പ് പറ്റിയതാ ഞാനിങ്ങനെ കണ്ടാക്കണം. ഹലോ, അതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയാമോ പ്രിയപ്പെട്ടവർ? ഇതൊന്നും ഭീഷണി സ്വരമല്ല കേട്ടോ, റിയാലിറ്റി പറയാ, ഭീഷണിയല്ല. ദൈവമക്കളെ തിരിച്ചറിയാം. കാപട്യങ്ങൾ ദൈവസഭയ്ക്കകത്തുണ്ടാകുന്നത്, അഭിനയങ്ങൾ സഭയ്ക്കകത്തുണ്ടാകരുത്. ദൈവസഭ കർത്താവിൻ്റെതാണ്. കർത്താവാണ് ഇതിന്റെ പരമാധികാരി. ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ ശ്രദ്ധിച്ചു, വളരെ ശ്രദ്ധിച്ചു. സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂത് കൈമാറുന്നു. 1 പത്രോസ് 2:1 പ്ലീസ് ലിസൺ. വളരെ വ്യക്തമായിട്ടൊന്ന് തിരിച്ചറിഞ്ഞേ. First Peter chapter 2 verse 1 and 2. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും എല്ലാ വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് പ്ലീസ് ലിസൺ. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ വാഞ്ചിപ്പിക്കുകയും. ഒരു 60 വർഷം പഴക്കമുള്ള ഒരു സഭയുടെ ശുശ്രൂഷകനായി നിയമിക്കപ്പെട്ടപ്പോൾ അവരെല്ലാവരും നന്നായിട്ട് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവരെ, പക്ഷെ ദൈവാത്മാവിലുണ്ട്. ഇവരെ എല്ലാവരെയും ഒരു ദിവസം വിളിച്ചുകൊണ്ടിട്ട് പ്രസംഗ ക്ലാസ് എടുക്കാം. അപ്പൊ എങ്ങനെ പ്രസംഗിക്കണം എന്നുള്ള ക്ലാസ് ഞാൻ അവരെ പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ രീതിയിൽ നിങ്ങൾ പ്രസംഗിക്കണം. ആത്മാവ് എഫേസ്യ ലേഖനവും കൊലോസ്യ ലേഖനവും ഒക്കെ ഇരുന്നങ്ങളുടെ സഭയിൽ പഠിപ്പിക്കാൻ കൊടുക്കുക. പക്ഷെ അവരോട് ഒരു കാര്യം അവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഫോർമാറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവര് പറഞ്ഞു, ഞങ്ങളെ കൊണ്ട് ആവില്ല. ഞാൻ പറഞ്ഞൊരു വിഷയം നിങ്ങൾക്ക് മനസ്സിലായി. എന്തൊക്കെയും പറയാനുള്ള കഴിവൊക്കെ നമുക്കുണ്ടാകാം, പക്ഷെ അതിനുമേൽ ഒരു അനോയിറ്റിംഗ് ഉണ്ടോ, ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടോ, ഒരു നിയമനമുണ്ടോ? അയ്യോ, എന്നോട് ക്ഷമിക്കണേ, ഞാൻ ആത്മാവിൽ നിങ്ങളോട് സംസാരിക്കുക. അതോ എല്ലാവരോടുണ്ടോ? നിനക്ക് അതിന് അപ്പോയിന്റ്മെന്റ് ഉണ്ടോ? അതിന് മേൽ ഒരു അഭിഷേകമുണ്ടോ? അല്ലാതെ കയറിയൊന്നും ഇടപെടല്ലേ കേട്ടോ, ഇടപെടരുത്. ഒരിക്കൽ മുംബൈയിൽ ചെന്നിറങ്ങുമ്പോഴത്തേക്ക് 2 പ്രസ്ഥാനത്തിലെ പാസ്റ്റർമാരുടെ വീട്ടുകാരെ വിളിച്ചു. ഒരാള് നഴ്സിംഗിൽ നിന്ന്, ഒരാള് ജൽഗാം. 2 പേരും പാസ്റ്റേഴ്സാണ്. ഒരാൾ IPC-യുമായിട്ട് ബന്ധം, ഒരാൾക്ക് ഷാരോനുമായി ബന്ധം. 2 പേരുടെയും ഒരാളുടെ IPC-യുടെ സെൻട്രൽ പാസ്റ്ററാണ് പേരാമ്പ്രയിലുള്ള പാസ്റ്റർ M.M. തോമസ്, അദ്ദേഹത്തിന്റെ M.M. സഹോദരൻ M.M. ജോൺസൺ, അതിന്റെ ഇളയ ബ്രദർ M.M. തോമസ്. രണ്ടാമത്തെ ആള് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലെ ഒരു സീനിയർ പാസ്റ്ററിന്റെ മരുമകനാണ്. 2 പേരും വിളിച്ചിട്ട് പറയാണ്, ഇവരെ 2 പേരെ വിളിച്ചിട്ട് പറഞ്ഞത്, ഞങ്ങളുടെ ഒരു ദേവദാസൻ മുംബൈയിൽ വന്നിട്ടുണ്ട്, അദ്ദേഹത്തെ വിളിച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്താ വിശ്വസിച്ച ഈ സഭ രൂപീകരിക്കപ്പെട്ടത് ഇവരിലൂടെയാണ്. അവര് തന്നെ ആത്മശുശ്രൂഷ ചെയ്ത് ഒക്കെ ഉണ്ടായ സഭകളാണ്. പക്ഷെ കർത്തൃമേശ നടത്താൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഹോളി സ്പിരിറ്റ് പറയും ചെയ്യരുത്. ഞാനൊരു ദേവദാസനെ അടക്കുന്നു, അദ്ദേഹം വെച്ച് പ്രാർത്ഥിച്ച് നിങ്ങളെ അപ്പോയിന്റ് ചെയ്യുന്നു. ഇതൊക്കെ ദൈവത്തിന്റെ ആത്മാവിന്റെ പദ്ധതിയാണോ? എല്ലാം ചാടിക്കേറി ഒന്നും ചെയ്യരുത് കേട്ടോ. ഇന്ന് രാത്രി ആത്മാവിനോട് ശക്തമായിട്ട് നിങ്ങളോട് പറയുന്നു,
എല്ലാം ചാടിക്കറിയൊന്നും ചെയ്യരുത്. നിങ്ങൾ എല്ലാവരും ഉണ്ടോ? ഹോളി സ്പിരിറ്റ് നിങ്ങളെ പുറത്തു കൊണ്ടുവരണം. ആത്മാവ് നിങ്ങൾക്ക് അവസരം തരണം. ആത്മാവ് നിങ്ങളെ നിയോഗിക്കണം. ആത്മാവ് നിങ്ങളെ പ്രചോദിപ്പിക്കണം. ഇല്ലെങ്കിൽ മൗനമായിരിക്കണം. ദൈവത്തിനെ ഉയർത്തുന്ന സമയമുണ്ട്. അതുവരെ കീഴടങ്ങിയിരിക്കണം. എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട്? ദൈവത്തിന്റെ ആത്മാവ് പറയാ എന്തോ ദൈവത്തിന്റെ ആത്മാവിനെ പറയുന്നു. ആഹാബേ യഹോശാഫാത്തിനോട് പറഞ്ഞു, നീ രാജകീയ വസ്ത്രമൊക്കെ ധരിച്ച് യുദ്ധം നയിച്ചോ? ഞാനേ വേഷം മാറി കഴിക്കണം. ബുദ്ധിയാണ്, ബുദ്ധിയ വേഷം മാറി കഴിക്കണം. ഇവൻ ഭയങ്കര മിടുക്കനല്ല. ഇവൻ വിചാരിച്ചത് യുദ്ധം മുറുകിക്കഴിഞ്ഞ് രാജവസ്ത്രം ധരിക്കുന്നവരെ അവരെ കൈകാര്യം ചെയ്തു തനിക്ക് രക്ഷപ്പെടാമെന്നാണ്. രക്ഷപ്പെടില്ല പ്രിയപ്പെട്ടവരെ. പരിശുദ്ധാത്മാവിൽ നമുക്ക് മനസ്സിലാകുന്നു. യഹോശാഫാത്തിനെ വളഞ്ഞപ്പോൾ യഹോശാഫാത്ത് ഒരു ഒറ്റ നിലവിളി. അപ്പോൾ അവർക്ക് മനസ്സിലായി ആഹാബല്ലെന്ന്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ആഹാബിനെ അവർക്ക് മനസ്സിലായില്ലെങ്കിലും അവിടെ എഴുതിയിരിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. എതിർച്ചയ ഒരു പടയാളി ഒരു വില്ല് കുലച്ചത്. നോക്കണേ, ആ വില്ല് കുലച്ചത് ഇങ്ങനെയായിരിക്കും കുലച്ചത്. പക്ഷെ ഈ ബില്ലിനെ ഹോളി സ്പിരിറ്റ് അങ്ങനെ നിയന്ത്രിച്ചു. കറക്റ്റ് അവന്റെ നെഞ്ചത്ത് വന്നങ്ങൾ കയറി. എത്ര വേഷം മാറി നടന്നാലും തമ്പുരാന്റെ മുമ്പിൽ കളിപ്പിച്ചാൽ തമ്പുരാനെ വിടത്തില്ല എന്നൊരു തെളിവാണത്. ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം ആത്മാവിനെ വിളിച്ചു പറയുന്നു. ദൈവം ആരെയാണ് ഇഷ്ടപ്പെടുന്നത് അറിയാമോ? തന്റെ വചനത്തിന് മുമ്പിൽ പുറയ്ക്കുന്ന ഭക്തന്മാർ, തന്റെ വചനത്തിന് മുമ്പിൽ കരയുന്ന ഭക്തന്മാരെ. ഞാൻ ഏറ്റുമില്ലെന്ന് പറയുമ്പോൾ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തെ സ്തുതിച്ചാരാധിക്കുക. നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കുറവ് പരിഹരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വ്യത്യാസം വരുത്തുന്ന ഒരു ദൈവം ജീവിക്കുകയോ? വളരെ ആഴത്തിലൊന്ന് ശ്രദ്ധിച്ച്, തമ്പുരാൻ ഒരു വാക്ക് പറഞ്ഞാൽ കർത്താവ് നിങ്ങളിലൂടെ തന്നെ ചെയ്തിരിക്കും. സ്തോത്രം. വിശുദ്ധ പത്രോസിനെ തന്നെ എഴുന്നേൽപ്പിച്ച് പ്രസംഗിപ്പിക്കുക. പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന യഹൂദന്മാരുടെ ഉള്ളം കുത്തിക്കേറി. ഇരുവായ്ത്തലയുള്ള ഏത് മോളിനേക്കാളും ഊർച്ചയുള്ള വചനം. നമ്മളൊക്കെ ഇങ്ങനെ കൗൺസിലിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. ആത്മശുശ്രൂഷയൊക്കെ ചെയ്യുന്ന സമയം ഈ ആൾക്കാരുടെ വാക്കുകളേക്കാൾ അവരുടെ ആശയങ്ങൾ പുറത്തു വരുന്ന അംഗവിക്ഷേപങ്ങളിലൂടെയാണ്. വെർബൽ കമ്മ്യൂണിക്കേഷനേക്കാൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ് കൂടുതൽ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഈ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഈ വചനം എങ്ങനെ അവരിൽ കയറുന്നു എന്ന് അവരുടെ മുഖത്ത് നോക്കി അറിയാം. അത്ര എളുപ്പമൊന്നുമല്ല. അവിടെ കയറുകയില്ലേ, നിങ്ങളുടെ വ്യക്തിത്വത്തെ കുത്തിക്കുകയില്ലേ. അത് നിങ്ങളുടെ വ്യക്തിത്വത്തെ കുത്തിക്കയറുമ്പോൾ നിങ്ങളെ അകത്തൊന്ന് റിഫ്ലക്ട് ചെയ്യും. കാരണം നമ്മളെല്ലാവരും പ്രകൃതിയാൽ ആദാമിന്റെ സന്തതികളാണ്. ഹല്ലേലൂയ. പിന്നെ ആദാമിക സന്തതികൾ പ്രാകൃതരായ നമ്മൾ ആത്മീകരായ നമ്മൾ ചിലപ്പോൾ ജനീകരാണ്. അപ്പൊ ഈ സാധനങ്ങളെ റിഫ്ലക്ട് ചെയ്യും. പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളത്തിൽ ഇടപെടുമ്പോൾ നിങ്ങളുടെ ഉള്ളത്തിൽ വേദന ഉണ്ടാവും. അപ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി, കർത്താവേ എന്നോട് ക്ഷമിക്കണം കേട്ടോ, എന്നെ ഞാൻ താഴ്ത്തുന്നു എന്ന് പറഞ്ഞാൽ ആ സെക്കൻഡിൽ ദൈവം നിങ്ങളെ കരം പിടിച്ചവിടുകയാണ്. ആ സെക്കൻഡിൽ ദൈവം നിങ്ങളെ മാനിക്കും. ദൈവം ആരെയും ഒരു നാളും കൈവിടുന്ന ദൈവമല്ല. ദൈവം ആരെയും
ഉപേക്ഷിക്കുന്ന ദൈവമല്ല. എന്ത് വിഷയമുണ്ടെങ്കിലും അതിന് പരിഹാരം നൽകുവാൻ എന്റെ ദൈവം ശക്തനാണ്. അവൻ ഇറങ്ങി വന്ന് പരിഹാരം തരും. അന്തിക്കുന്നവരുടെ നടുവിൽ ദൈവം നിന്നെ മാനിച്ചിരിക്കും, ദൈവം നിന്നെ ഉയർത്തിയിരിക്കും, ദൈവം നിന്നെ ആത്മരിച്ചിരിക്കും. ആർക്കും തടയാൻ പറ്റത്തില്ല. ദൈവം നിന്നെ മാനിച്ചാൽ ആർക്കും തടയാൻ പറ്റത്തില്ല. വേഗത്തിലൊന്നും പോട്ടെ, അവസാനിപ്പിക്കാം. 3000 യഹൂദന്മാരെ ചാടി സഭയ്ക്കാൻ വിചാരിച്ചു. ആരിലൂടെ? പത്രോസിലൂടെ. പത്രോസിന്റെ ശബ്ദത്തിലൂടെ വെളിപ്പെട്ട ദൂതിനാൽ 3000 പേര് ചാടി സഭയ്ക്കത്ത്. എന്നാലും സഭ രൂപീകരിക്കപ്പെട്ടിട്ടില്ല. വേണമെങ്കിൽ പറയാം. അടുത്ത ശബരിയ പട്ടണത്തിൽ ഒരു ഉണർവെടുക്കുക. ഫിലിപ്പോസിനെ കൊണ്ട് വചനം പ്രസംഗിപ്പിച്ചു, രോഗികൾ സൗഖ്യമായി, ഭൂതങ്ങൾ വിട്ടുപോയി. എല്ലാം സംഭവിച്ചെങ്കിലും ആരുടെ പേര് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നില്ല. ആലോചിച്ച് നോക്കിയേ. വിശുദ്ധ ആമേ കർത്തൃദാസനായ ഫിലിപ്പോസ് വചനം പ്രസംഗിച്ചത് ആത്മാവിലാണ്. രോഗികൾ സൗഖ്യം പ്രാപിച്ചത് ആത്മാവില്ല, ഭൂതങ്ങൾ വിട്ടുപോയ ആത്മാവില്ല. പക്ഷെ ഹോളി സ്പിരിറ്റ് വന്നില്ല. ആ സമയത്ത് യേശുവിനെ സഭ കേൾക്കുക. നിങ്ങൾ നോക്കിയേ, ഇവിടെ ഒരാളുകളിയ മർമ്മം ഞാൻ പറയാം. യെരൂശലേം സഭയാണ് പത്രോസിനെ യോഹന്നാനെ അപ്പോയിന്റ് ചെയ്തത്. അവര് അപ്പോസ്തലന്മാരാ, but under the pastor authority. ആ പാസ്റ്റർ ആരാണ്? കർത്താവ് യേശുവിന്റെ അർത്ഥ സഹോദരൻ യാക്കോബ്. നിങ്ങളെല്ലാവരും ഓർമ്മ, നിങ്ങളെന്നെ യോജിക്കുന്നു ഒരിക്കലും അറിയില്ല. ചർച്ച് അപ്പോയിന്റ് ചെയ്തു പത്രോസ്. ഈ ചർച്ച് അപ്പോയിന്റ് ചെയ്യാൻ കാരണം പത്രോസിനോട് ഒരു വാക്തത്വം കിടക്കുക. പത്രോസിനെ അടക്കുന്ന സ്ഥലത്ത് മറ്റൊരാൾ അടക്കാൻ പറ്റില്ല. ഹോളി സ്പിരിറ്റ് തന്നെ നിയന്ത്രിക്കുകയാണ്. പത്രോസ് അവിടെ ചെന്നു. പത്രോസ് കൈവച്ചപ്പോൾ മർക്കോസിന്റെ മാളിക മുറിയിൽ എങ്ങനെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു, അതേപോലെ ശമരിയ പട്ടണത്തിൽ ആത്മസ്നാനം നടക്കുകയാണ്. അവിടെ ആത്മാവിന്റെ പകർച്ചയുണ്ടാകുകയാണ്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, നിങ്ങളിലൂടെ ചെയ്യേണ്ട ശുശ്രൂഷ മറ്റൊരുത്തനിലൂടെ ചെയ്യുന്നവരല്ല ദൈവം. നിങ്ങളിലൂടെ ചെയ്യേണ്ടത് നിങ്ങളിലൂടെ ചെയ്തെടുക്കുന്ന ഒരു ദൈവമാണ്. ദൈവത്തെ സ്തുതിച്ചാരാധിക്കുക. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. Hallelujah! Praise the Lord! Praise the Lord! Hallelujah! The second group of people, ആത്മസ്നാനത്താൽ സഭയോട് അടിയപ്പെട്ടു. തീർന്നില്ല കേട്ടോ. കർത്താവ് പറഞ്ഞത്, ഞാൻ എന്റെ സഭയെ പണിയുമ്പോൾ നിനക്കൊരു അത്യുല്യ ശുശ്രൂഷയുണ്ട്. കൊർന്നല്യോസിന്റെ വീട്ടിലേക്ക് അടക്കുക. പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവോടെ ഇറങ്ങി വരുന്നു. കൊർന്നല്യോസും വീട്ടുകാരും ജാതികൾ ദൈവസഭയ്ക്കകത്താകുന്നു. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, വാഗ്ദത്തം നൽകിയവൻ ദൈവമാണെങ്കിൽ അത് പൂർത്തീകരിക്കാനുള്ള മാർഗം ഒരുക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ് എന്ന് ചിന്തിക്കുന്നവർക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ പുറകെ പോകണ്ട കേട്ടോ. ഒരു മനുഷ്യനെ സേവിച്ച് നടക്കേണ്ട കാര്യമില്ല കേട്ടോ. അവൻ കർത്താവ് വിളിച്ചപ്പോൾ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? യോഹന്നാൻ 21 അവിടെ പത്രോസിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഫോളോ മീ. നീ എന്നെ എന്ത് ചെയ്യണം? അനുഗമിക്കണോ? ഡേ ടു ഡേ ലൈഫിൽ കർത്താവിനെ അനുഗമിച്ചാൽ മതി. അപ് ടു ഡേറ്റ് കർത്താവിനെ അനുഗമിച്ചാൽ മതി. നിങ്ങളോട് ചെയ്ത വാഗ്ദത്തം പൂർത്തീകരിക്കാൻ ദൈവം തയ്യാറാണ്. പക്ഷെ ഇന്ന് കർത്താവിനെ അനുഗമിക്കുന്നുണ്ടോ? ഇനി ഇവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ ഈ ഹൃദയത്തിൽ കുത്തുകൊണ്ടുവന്നപ്പോൾ എന്താ പറഞ്ഞത് നിങ്ങൾക്കറിയാമോ? What we shall do. What shall we do?
എന്ത് അങ്ങേക്ക് വേണ്ടി ചെയ്യാം? ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, കർത്താവിന് വേണ്ടി ചിലത് ചെയ്യാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതിനുവേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക. കർത്താവിന് വേണ്ടി ചിലത് ചെയ്യാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് വേണ്ടി ചിലത് ചെയ്യാം. നിങ്ങളെ ദൈവം വിളിക്കുക. സ്തോത്രം. അതിലൂടെ ഒന്ന് ഏൽപ്പിക്കാൻ തയ്യാറാണോ? പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ പിന്നെ മാറരുത് കേട്ടോ. ഈ പണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ വീടിന് സൗകര്യമില്ല വാസ്തു എന്നാണ് പറഞ്ഞുകൊണ്ട് ഒരു മാസ പ്രാർത്ഥന വെക്കാൻ. ഇന്ന് സൗകര്യം ഒത്തിരി ഉണ്ട്. ഇപ്പൊ പറയുന്നത് അറിയും, പക്ഷെ ഈ സോഫ സെറ്റ്, ഈ കസേര, ഈ ടി വി സ്റ്റാൻഡും ഒക്കെ മാറ്റി ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഉപവാസ പ്രവർത്തന സഭയിൽ വെച്ചേക്കാം. അതിനാരെങ്കിലും വെക്കുന്നെങ്കിൽ നിങ്ങൾ വെച്ചോ, എനിക്കൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുഞ്ഞെ, നിനക്ക് നൽകിയ നന്മയൊന്നും ആത്മാവ് പറയുമ്പോൾ അനുസരിക്കുന്ന തടസ്സമാകരുത്. പരിശുദ്ധാത്മാവ് നിന്നോട് പറഞ്ഞാൽ അവ എല്ലാം ഒന്ന് ഒതുക്കി 2 ഗ്ലാസ്സൊക്കെ പൊട്ടിക്കോട്ടെ. 2 കൊച്ചുകളൊക്കെ വരുമ്പോൾ 2 ഗ്ലാസ്സൊക്കെ പൊട്ടി. ഹലോ, അതൊന്നും ഒരു സാരമില്ലെന്ന് കർത്താവ് നിനക്ക് 100 മടങ്ങ് തന്നോളും. ദൈവം പറയുന്നത് അനുസരിക്കാൻ തയ്യാറാകുക. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. എത്ര പേര് ദൈവത്തെ സ്തുതിച്ചാരാധിക്കും? അതിനുവേണ്ടി ഒന്ന് ഏൽപ്പിച്ചുകൊള്ളാം. എല്ലാവരും മോസസ് 2 പേരെ വിളിച്ചുകൊണ്ട് ഈ പർവ്വതത്തിന് മുകളിൽ പോയി. പക്ഷെ ഇവർ 2 പേരും ഭയങ്കര ഒബ്സർവിംഗ് ക്യാരക്ടർ ഉള്ളവരാണ്. മോസസ് പറയാതെ തന്നെ മോസസ് എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു തിരിച്ചറിയാൻ കഴിവുണ്ട്. അങ്ങനെ കഴിവുള്ളവരായിട്ട് നിങ്ങൾ മാറും. എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? മോസസിന്റെ കൈയെ ഇങ്ങനെ ഉയരുന്നു, താഴുന്നു. മോസസ് മനഃപൂർവ്വം താഴ്ത്തുന്നതല്ല. താനൊരു മർത്യ ശരീരത്തിലല്ലേ. ആ ശരീരത്തിന് ബലഹീനത കൊണ്ട് പ്രിയപ്പെട്ടവരെ. സ്തോത്രം. അതൊക്കെ ഉണ്ട്. അതുകൊണ്ട് അറിയാതെ ഇങ്ങനെ കൈ കാണുക. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാക്കും? പക്ഷേ ഇതവിടെ വിവേചിച്ചു. യുദ്ധ പരാജയവും ജയവും ഈ കൈ ഉയരുന്നതിനും താടുന്നതിനുമായിട്ട് ബന്ധപ്പെട്ടു നിൽക്കുന്നു. മോസസ് പറഞ്ഞിട്ടല്ല, അഹരോന് ഹൂരിന് മനസ്സിലായി. അവർക്ക് മോസസ് പറയാതെ അവരൊരു കാര്യം ചെയ്തു. ഈ കൈകളെ അവരവിടെ താങ്ങി പിടിക്കാനിടയായി. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? അഹരോന്റെ സന്തതികൾ അനുഗ്രഹിക്കുന്നു. ഹൂരിന്റെ മക്കൾ കൗശലപ്പണി ചെയ്യാനുള്ള ബുദ്ധിയുള്ളവരായിട്ട് മാറി. ശ്രദ്ധിച്ചോടെ. ചിലവർ പറയുന്നത് പാസ്റ്റർ എന്നോട് പറഞ്ഞില്ല. ചിലതൊക്കെ പറഞ്ഞിട്ട് ചെയ്താൽ മതി. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ പറയാതെ തന്നെ മനസ്സിലായില്ലേ ഇന്ന കാര്യം ചെയ്യണമെന്ന്? അകത്തൊരു എന്ത് ഇടപെട്ടില്ല ആത്മാവ്. അങ്ങനെ ഇടപെട്ടിട്ട് നിങ്ങൾ എന്താ ഇന്നർ വോയിസിനെ അവഗണിച്ചത്? നിങ്ങളെ ദൈവം ഇടപെട്ടത് നിങ്ങളെ വിശ്വസ്തരം തന്നെ അത് ഇടപെടുന്നത് നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. സ്തോത്രം. കർത്താവ് ആർക്കും കടക്കാറില്ല കേട്ടോ. ഒരു ചെറുവിനെ കർത്താവിന് വേണ്ടി അടക്കിയ നിന്റെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും. നിന്റെ ദൈവം ഉയർത്തിരിക്കും. അത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. അങ്ങനെ ഒരു പ്രേരണ വരുമ്പോൾ, ഒരു ഉൾച്ചലനം വരുമ്പോൾ അതനുസരിച്ചൊന്ന് പ്രവർത്തിക്കുക. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? എത്ര പേർക്ക് ദൈവത്തെ മഹത്വം നേടാൻ കഴിയും? എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം നേടാൻ കഴിയും? ഒരു പ്രേരണ വരുമ്പോൾ ഞാൻ നിങ്ങളോടൊക്കെ പറയാൻ കേട്ടോ, പരിശുദ്ധാത്മാവ് എന്തെങ്കിലൊക്കെ ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞാലേ ചെയ്തോളും കേട്ടോ. ചിലപ്പോൾ ഞാൻ പ്രിയപ്പെട്ടവരോടൊക്കെ പറയാൻ കേട്ടോ, നിങ്ങളോട് പറയാൻ ഒരു 10 കിലോ അരി മേടിച്ചുകൊണ്ട് ഇന്ന സഹോദരിയുടെ വീട്ടിൽ സഹോദരന്റെ വീട്ടിൽ പോകും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പറയും, 10 കിലോ അരി
മേടിച്ചു കൊടുക്കുന്നതിനേക്കാൾ ഒരു 1000 രൂപ കൊടുത്തേക്കാം. അത് നിങ്ങളുടെ ബുദ്ധിയാണ്. അപ്പൊ ഞാനിങ്ങനെ ഒരു അത്ര മെടുക്കണമെന്ന് കേട്ടോ, അത്ര മെടുക്കണമെന്നും ആകട്ടെ, തമ്പുരാൻ പറയുന്നതിനനുസരിച്ചാ പോലെ. അപ്പൊ നമ്മുടെ കൊച്ചു ബുദ്ധിയില് അങ്ങനെ ചിന്തിച്ചങ്ങനെ പോകരുത്. ഒരു 10 കിലോ അരി മേടിച്ചോണ്ട് വിളിച്ച നോക്ക്, അവന്റെ പ്രിൻസ് അവിടെ ചെല്ലുമ്പോഴേ അവര് എന്താ ബ്രദറെ, നിങ്ങളുടെ വീട്ടിൽ ഒരു 10 കിലോ അരി മേടിച്ചോണ്ട് വരാൻ ആത്മാവ് പറഞ്ഞു. അവരെ 2 കണ്ണുനീര് വരുന്നത് കാണും. എത്രവർക്ക് മനസ്സിലാകുന്നു? ഒരു കോൺഫറൻസിന് ഞാൻ ചെല്ലുകയാണ് അങ്കമാലിയില്. അപ്പൊ ഞാൻ ആൾക്കാർ പ്ലാറ്റ്ഫോമിലേക്ക് പിന്നെ കയറാമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ആ റോയുടെ അറ്റത്ത് ഒരു സഹോദരൻ വന്നിരിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടു. ദൈവാത്മാവ് എന്നോട് പെട്ടെന്ന് പറഞ്ഞു, നിന്റെ പേഴ്സിൽ നിന്ന് ഒരു 500 രൂപ എടുത്തിട്ട് അദ്ദേഹത്തിന് കൊടുക്കും. ഞാൻ പറഞ്ഞു ഇപ്പൊ കൊടുക്കണം കർത്താവ്, അല്ലെങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയും ഇപ്പൊ കൊടുക്കണം. ഞാൻ എളുപ്പം തന്നെ ഈ പൈസ എടുത്തിട്ട് ഈ സഹോദരൻ സഹോദര പുറത്തേക്ക് വന്നിട്ട് എന്നിട്ട് ഒറ്റ വാക്ക് പരിശുദ്ധാത്മ പറഞ്ഞു നിങ്ങൾക്ക് ഒരു 500 തരാൻ എന്നാ പിടിച്ചോ. പുണ്യങ്ങളുടെ ഒറ്റ കാഴ്ച എന്തുകൊണ്ട് സാറിന് തന്നെ അറിയില്ലേ, നമ്മുടെ എത്ര വലിയ ഞാൻ പെരിയിൽ പഠിച്ചത് സാറല്ലേ. അത് ഞാൻ ചെറുതാ കരയാൻ കാര്യം എന്നെ കരയാൻ കൂടി പ്രായമുണ്ട് കേട്ടോ. എന്താ കരയാൻ കാര്യം ഞാൻ പറയട്ടെ, ഞാൻ വണ്ടി മാറ്റുന്നപ്പോൾ വണ്ടി കംപ്ലൈന്റ് ആയി. അടുത്തൊരു വർക്ക്ഷോപ്പിൽ കൊടുത്തു. എന്നിട്ട് വർക്ക്ഷോപ്പുകാരൻ പറഞ്ഞു ഒരു 500 രൂപയാകും, തിരിച്ചു വരുമ്പോൾ തന്നെ കേട്ടോ. പുള്ളിയുടെ കയ്യിലൊന്നുമില്ല. കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാമെന്ന ആളാ. അദ്ദേഹം ഒരൊറ്റ പ്രാർത്ഥന, കർത്താവേ ഈ കോൺഫറൻസിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എനിക്ക് കഴിയുമോ? പ്രസംഗിക്കാമെന്നവർ പാടാമെന്നവർക്ക് സ്വന്തം അറ്റൻഡ് ചെയ്യാൻ വരുന്നവർക്ക് കൊടുക്കും. പക്ഷെ ആത്മാവ് അദ്ദേഹത്തെ കണ്ടു. ഇതിനെ എന്നെ ഉപയോഗിക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നി. എത്ര വലിയ സന്തോഷമാണ്. ഹല്ലേലൂയ. നിങ്ങളെയൊക്കെ ഉപയോഗിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ചിലർ നിങ്ങൾ നിമിത്തം, നിങ്ങളുടെ പ്രവൃത്തി നിമിത്തം ദൈവത്തിന് സ്തോത്രം പറയുക, നിങ്ങളെ ഒരു മുഖാന്തരമാക്കി മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അത്ഭുതം കാണുന്നവരാ. ഞാൻ അതുകൊണ്ട് പറയാം, ഒരിക്കലെങ്കിലും ഞാൻ കാറിന് വരികയാണ് കേട്ടോ. അപ്പൊ ഒരു പാസ്റ്റർ ദൂരെ നിന്ന് 2 വീലറിൽ വരും. ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട്. അദ്ദേഹം എന്റെ കാറിന് തൊട്ട് മുമ്പിൽ വന്ന് ഒരു സൈഡിലേക്ക് സ്കൂട്ടർ നിർത്തിയിട്ട് താൻ എപ്പം തന്നെ റോട്ടിൽ വന്ന് ഈ കാർ ഇങ്ങനെ തടഞ്ഞു. ഞാൻ കൊണ്ടുപോയി അടുത്ത കാർ നിർത്തിയിട്ട് ചോദിച്ചു, എന്താ പാസ്റ്റർ വിശേഷം, എന്താ വല്ല വിഷയമുണ്ടോ? അപ്പൊ അദ്ദേഹം പറയാ ഒരു വിശേഷമില്ല. പാസ്റ്റർ ഇങ്ങനെ വണ്ടി ഓടിച്ചോണ്ട് വന്നപ്പോൾ എന്നോട് ദൈവാത്മാവ് പറയുന്നു പാസ്റ്ററിന്റെ കയ്യിൽ ഒരു എമൗണ്ട് ഏൽപ്പിക്കാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, സാധാരണ കാറിൽ വരുന്നവൻ സ്കൂട്ടറിൽ വരുന്നവനാണ് കൊടുക്കേണ്ടത്. പക്ഷെ സ്കൂട്ടറിൽ വരുന്നവന് കാറിൽ വരുന്നവന് പണം കൊടുക്കാൻ ദൈവം വിശ്വസ്തനാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ഇങ്ങനെ നടത്താൻ ദൈവം വിശ്വസ്തനാണെങ്കിൽ നിങ്ങളെ ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളെ ഏൽപ്പിക്കുന്ന ആത്മശുശ്രൂഷ ദൈവമക്കളെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും, ഉടനടികൾ സംഭവിച്ചിരിക്കും. ദൈവം മഹത്വം വെളിപ്പെടുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. എത്ര പേര് ദൈവത്തെ സ്തുതിക്കും? ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നു. ഒരിക്കൽ രാജക്കാടാത്തോളം അതിന്റെ അടുത്തുള്ള ഒരു സ്ഥലം അവധിയാണ്. ഒരു പാസ്റ്റർ ബേബിയുടെ ഭാര്യ വിളിക്കുക. ഒരു ചാക്കോ എന്ന് പറയുന്ന ദേവദാസൻ പറഞ്ഞിട്ട് വിളിക്കുക. അല്ല സാറാണ് അതെ, ഞാൻ ഇന്നാളുടെ ഭാര്യ കർത്താവിന്റെ ദാസൻ. ഇത്ര മാസങ്ങളായിട്ട് ഞാൻ വലിയ തലവേദനയാൽ ഭാരപ്പെടുന്നു. പരിശുദ്ധാത്മാവ് ചില ദൂതുകൾ അവരോട് പ്രാർത്ഥിച്ചു. അത്ഭുതപ്പെടുന്നത് സംഭവിക്കും. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. അത് കഴിഞ്ഞ് ഒരാഴ്ച 1-2 ആഴ്ച എന്നെ വിളിച്ചോണ്ട് പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങളുടെ വീട് വരെ വന്നു, മുതിയറ വരെ വരും, ഞങ്ങൾക്കൊരു പ്രാർത്ഥന വയ്ക്കണം. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ കർത്തദാസൻ പാസ്റ്റർ ബേബി എന്ന് പറഞ്ഞതാണ്, ഞങ്ങളിത് ഒരു ആവശ്യത്തോട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രാർത്ഥനയല്ല,
നാളുകളായിട്ട് എൻ്റെ ഭാര്യ അനുഭവിച്ച ഒരു ദുരിതത്തിന്, ഒരു പ്രയാസം ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം പ്രാപിച്ചു. അതിനൊരു നന്ദിയായിട്ട് സ്തോത്ര പ്രാർത്ഥനയാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എന്റെ കുഞ്ഞ് എന്തെങ്കിലും ഒരു നന്മയൊക്കെ കിട്ടിയാൽ സഭയെ പ്രാർത്ഥിക്കുന്നവരെ ഒന്നും മറക്കല്ലേ കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഇന്നത്തെ സംഭവിക്കുന്ന പെട്ടിക്കട പാസ്റ്റർ പ്രാർത്ഥിച്ചോളൂ, അത് ഷട്ടറിട്ട് കളയാകുമ്പോഴത്തേക്ക് പ്രാർത്ഥിച്ചോളൂ. പിന്നെ 2 നിലയാകുമ്പോ പിന്നെ വല്ല രാഷ്ട്രീയക്കാരും വന്നിട്ടാണ് നടക്കുന്നത്. വേണോ? വേണോ? വേണ്ട കേട്ടോ, വേണ്ട. ദൈവത്തെയും ദൈവത്തിന്റെ ദാസന്മാരെയും മാറ്റി നിർത്തി ഒരു പ്രവർത്തിക്ക് പോകരുത്. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാത്തവർ. അവസരം ലഭിക്കുമ്പോൾ ക്രിസ്തുവിനെ ഉയർത്ത്, ദൈവത്തെ മഹത്വപ്പെടുത്ത. സ്വർഗത്തിലെ ദൈവം നിന്നെ ഉയർത്തട്ടെ, ദൈവം നിന്നെ മാനിക്കട്ടെ. ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഹോളി സ്പിരിറ്റ് തലേ കൈ വെച്ച് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, പക്ഷേ നിങ്ങളുടെ മനസ്സാക്ഷിയോടെ നിങ്ങൾ എന്നേക്കാൾ ശ്രദ്ധ. അങ്ങനെയാണ് വചനം പഠിപ്പിക്കുന്നത്, മറ്റുള്ളവരെ ശ്രദ്ധ. നിങ്ങളുടെ കാല് കഴുകുന്ന ഒരു ശുശ്രൂഷയാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കർത്താവെന്നും ക്രിസ്തു നിമിത്തം ഞങ്ങളെ തന്നെ നിങ്ങളുടെ ദാസന്മാരെന്നും ഞാൻ ആ ഒരു ശുശ്രൂഷ. പക്ഷേ എന്റെ കുഞ്ഞുങ്ങളെ പോലെ, എന്റെ സഹോദരിമാരെ, എന്റെ പിതാവിനെ മാതാവിനെ പോലെ ഈ സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ അടുത്ത ലെവലിലേക്ക് ഉയരണം, അടുത്ത മണ്ഡലത്തിലേക്ക് ഉയരണം, അടുത്ത ആത്മതലങ്ങളിലേക്ക് ഉയരണം. അല്ലെങ്കിൽ ഈ ദേശത്ത് ഒരു വലിയ ദൈവ പ്രവൃത്തി നിങ്ങളിലൂടെ തലമുറകളിലൂടെ നടക്കണം. ഹല്ലേലൂയ. അതിനുവേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഞങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ, എല്ലാവരും ഒന്ന് കണ്ണുകൾ അടച്ചേ, ഓരോ നിമിഷവും ഒന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചേ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാം ഒന്ന് പ്രാർത്ഥിച്ചാണ്. ദൈവ പ്രവൃത്തി കുഞ്ഞുങ്ങൾ നടക്കണം. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കണം, അനുഗ്രഹിക്കണം. ദൈവം മോന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ദൈവ പ്രവൃത്തികളുണ്ടാകും. ബുദ്ധിമണ്ഡലത്തെ തുറക്കണം. ദൈവവചന വെളിപ്പാടുകൾ തിരിച്ചറിയണം. യേശുവിന്റെ നാമത്തിൽ അവൻ സഞ്ചരിക്കണം. ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് ഹൃദയം തുറന്നു കൊടുക്കാതെ, അങ്ങ് വെളിപ്പെടുത്തി കൊടുക്കാതെ ആത്മവിഷയം ആർക്കും ഗ്രഹിക്കാൻ പറ്റില്ല. ഈ കുഞ്ഞിനെ തുറന്നു കൊടുത്ത് അങ്ങയുടെ വചനം ഭക്ഷിച്ച്, ഓ യഹോവ നല്ലവനെന്ന് രുചിച്ചവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് പറഞ്ഞ് ഈ തലമുറയിൽ നിൽക്കുന്ന ഒരു കുഞ്ഞായവൻ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കപ്പെടും. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കപ്പെടും. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കപ്പെടും. ദൈവം മഹത്വം എല്ലാ കുടുംബങ്ങളിലും വ്യാപരിക്കട്ടെ, എല്ലാ വ്യക്തികളിലും വ്യാപരിക്കട്ടെ. ഈ സഭയുമായി ബന്ധപ്പെട്ട് കേരളത്തിന് വെളിയിൽ, ഭാരതത്തിന് വെളിയിലുള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഓർക്കും. ജർമ്മനിയിലൂടെ ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ നിലവിളിക്കും. സഭയാൽ ഞങ്ങൾ പ്രാർത്ഥിക്കും. ആ വിഷയത്തിൽ ഒരു നീക്കുപോക്ക് കൽപ്പിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കപ്പെടട്ടെ. ദൈവമഹത്വം വ്യാപരിക്കപ്പെടട്ടെ. അഭിഷക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശക്തമായി തലമുറയിൽ ആത്മാവിലവരിൽ ജ്വലിക്കട്ടെ. തിരുമേനിയുടെ നാമം മഹത്വപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Praise the Lord. Stop.